മുജാഹിദ് പ്രസ്ഥാനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് ചോദ്യം മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ നിന്ന് ഉയർന്നു വരുന്ന ചില ഉത്തരങ്ങളുണ്ട്. അതിലൊന്ന്, വേഗം ആളുകൾ പറയുന്നത് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നോ പറയുന്ന ഒരു കൂട്ടം ആളുകൾ ഇതിലുണ്ടായിട്ടുണ്ട്. അവരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിഷയങ്ങളെല്ലാം അതിൻ്റെ പേരിലാണ് എന്ന് പറയാനാണ് പലപ്പോഴും ശ്രമിക്കാറുള്ളത്. അങ്ങനെയാണ് പലരും അത് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. എന്നാൽ ആദ്യമേ ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു വിവാദം മുജാഹിദ് പ്രസ്ഥാനത്തിൽ, അങ്ങനെ ഒരു വാദം ആർക്കും തന്നെ ഇല്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് നെഞ്ചത്ത് കൈകെട്ടി നിർബന്ധമായും 17 തവണയും അല്ലാതെയും പറയുകയും പ്രതിജ്ഞ പുതുക്കുകയും അത് ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പാലിക്കുകയും പ്രബോധനം ചെയ്യുകയും അതിനുവേണ്ടി ജീവൻ തന്നെ വെടിയാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വിഭാഗമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു വാദം ഉണ്ടെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ശരിയല്ല എന്ന് മാത്രമേ അതിലെനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. മരിച്ചുപോയവരാവട്ടെ ജീവിച്ചിരിക്കുന്നവരാവട്ടെ ഏതൊരാളോടും പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്. ഇത് ജിന്നാണെങ്കിലും മലക്കാണെങ്കിലും അത് ശിർക്കാണ്. ആ നിലക്കുള്ള സഹായതേട്ടങ്ങൾ മുഴുവനും ശിർക്കാണ്. അതിൽ യാതൊരു സംശയത്തിനും അവകാശമില്ല എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊരു വിഷയം, ഇങ്ങനെ ഒരു വാദം ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ തന്നെ മുഖാമുഖം പ്രവർത്തകന്മാർക്കിടയിൽ ഈ വിഷയം സംസാരിക്കേണ്ട ഒരു ഘട്ടം വന്നപ്പോൾ തിരുവനന്തപുരത്ത് വെച്ച് ഇന്ന് ഈ വാദം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹനീഫ് കായക്കൊടി എന്ന് പറയുന്ന പ്രഭാഷകൻ തന്നെ അവിടെ വെച്ച് തുറന്ന് സമ്മതിക്കുകയും ചെയ്തതാണ്, ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് ഇവിടെ ആർക്കും വാദമില്ല, സഹായം തേടാമെന്ന വാദവും ഇല്ല എന്ന് കൃത്യമായി അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അതോടുകൂടി തന്നെ ഈ ഒരു വാദം ഉണ്ടെന്ന് പറഞ്ഞത് കളവാണ് എന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് പ്രാർത്ഥനയൊന്നുമല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ, ഭൗതികമായ ഒരു കാര്യം ചോദിക്കുന്നതാണെങ്കിലോ അതിനെക്കുറിച്ചും ഹനീഫ് കായക്കൊടിയും ഫൈസൽ മുസ്ലിയാരും ജംഇയ്യത്തുൽ ഉലമയുടെ ദൗറയിൽ അവതരിപ്പിച്ച ഒരു പ്രബന്ധത്തിൽ പറയുന്നത് അത് വസീലത്തുൽ ശിർക്കാണ്, അത് ശിർക്കിലേക്ക് നയിക്കുന്നതാണ്, അതുകൊണ്ട് അത് ഹറാമാണ് എന്നാണ്. അപ്പോൾ ഹനീഫ് കായക്കൊടിക്ക് തന്നെ ആ അഭിപ്രായമാണ് ഉള്ളത് എന്ന് മനസ്സിലാകുന്നതോടുകൂടി അതിലും യഥാർത്ഥത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നാലാമത്തെ ഒരു കാര്യം, നേരത്തെ ഇവിടെ ബഹുമാന്യനായ മുബാറക് മദനി ഇവിടെ സൂചിപ്പിച്ച കുവൈത്തിലെ ഇഹ്യാ തുറാസുൽ ഇസ്ലാമി എന്ന് പറയുന്ന സലഫി സംഘടന ഇങ്ങോട്ട് അയച്ച ഒരു കത്തിനെ കുറിച്ച് പറഞ്ഞു. ആ കത്തിലെ പ്രസക്തമായ ഭാഗം പരിഭാഷപ്പെടുത്തിയത് ഞാനൊന്ന് വായിക്കാം. എന്താണ് ഈ വിഷയത്തിൽ അവർ പറഞ്ഞ നിലപാട്? ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ അവർ നമ്മെ അറിയിച്ചിരിക്കുന്ന നിലപാട് എന്താണ്? ആ നിലപാടിനോട് നമ്മൾ പ്രതികരിച്ചത് ഏത് രീതിയിലാണ്? നോക്കൂ, നിങ്ങൾ ആ വാചകം ഇങ്ങനെയാണ്: മുജാഹിദ് പ്രസ്ഥാനത്തിലെ തർക്കം, കുവൈത്ത് പണ്ഡിത സഭയുടെ ഇസ്ലാമിക പരിഹാരം, അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഭാഗം, എന്നാൽ പ്രബലമായ അഭിപ്രായം ജിന്നുകളോടുള്ള സഹായതേട്ടം പല രൂപത്തിലുണ്ട് എന്നതത്രേ. അതിൽ ശിർക്കും ശിർക്കിലേക്കുള്ള വഴിയായി തീരുന്നതുമുണ്ട്. എന്നാൽ അവയെല്ലാം തന്നെ ശിർക്കിലേക്ക് എത്തിച്ചേരാനുള്ള വാതിലടക്കുക എന്ന അർത്ഥത്തിൽ ഹറാമാണ്. ഈ അഭിപ്രായത്തിൽ ലോക പണ്ഡിതന്മാർ ഏകാഭിപ്രായക്കാരാണ്. അവർക്കിടയിൽ യാതൊരു ഭിന്നാഭിപ്രായവും ഇല്ല. അത് അനുവദനീയമല്ല എന്ന വിഷയത്തിലും എല്ലാവരും ഏകാഭിപ്രായക്കാരാണ്. കേരള നദുവത്തുൽ മുജാഹിദീന്റെയും കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും നേതാക്കളിലും പ്രബോധകന്മാരിലും പരസ്പര ഭിന്നിപ്പിലും ശത്രുതക്കും വിദ്വേഷത്തിനും കാരണമാകുമെന്നതിനാൽ ഈ വിഷയത്തിൽ ഇനിയും കൂടുതൽ ചർച്ചകൾ ആവശ്യമില്ല. ഭിന്നിപ്പ് ഏറ്റവും ദുഷിച്ച കാര്യമാണ്. അപ്പോൾ ഇവരും പറഞ്ഞത് എന്താ? ലോകത്തുള്ള മുഴുവൻ സലഫി പണ്ഡിതന്മാരും ഈ വിഷയത്തിൽ ഏകാഭിപ്രായക്കാരാണ്. അപ്പോൾ
ആ മുഴുവൻ സലഫി പണ്ഡിതന്മാരെയും തള്ളിക്കൊണ്ടൊരു നിലപാട് ഒരിക്കലും ഇതുവരെ കേരള ജംഇയ്യത്തുൽ ഉലമയോ മുജാഹിദ് പ്രസ്ഥാനമോ എടുത്തിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് തിരുത്താൻ അവർ ബാധ്യതസ്ഥരാണ്. ഈ കത്തിന് മാന്യമായൊരു മറുപടി അയക്കൽ ബാധ്യസ്ഥമാണ്. കാരണം ലോകത്തുള്ള മുഴുവൻ സലഫി പണ്ഡിതന്മാരും ശിർക്ക് ചെയ്യുന്നു എന്നാണല്ലോ ഈ വാദപ്രകാരം വരിക. ഇത് ശരിയല്ലെന്ന് പറയുന്നത് മുഖാനെ അതാണല്ലോ കടന്നു വരുന്നത്. അപ്പോൾ ഇവർ ഈ കത്തിലുള്ളത് തെറ്റാണെങ്കിൽ, ഖുർആനിനും സുന്നത്തിനും എതിരാണെങ്കിൽ, അത് അവരെ തിരിച്ച് രേഖാമൂലം തന്നെ അറിയിക്കുക എന്നതും അത് ലോകത്തുള്ള സലഫി പണ്ഡിതന്മാർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കലും വലിയൊരു ബാധ്യതയാണ്. അപ്പൊ അതും ചെയ്തിട്ടില്ല. അപ്പൊ എന്തു മനസ്സിലായി? ഈ വിഷയത്തിൽ ആർക്കും തന്നെ തെറ്റുപറ്റിയിട്ടില്ല എന്ന് കൃത്യമാണ്. ഇനി വേറൊന്ന് കേൾക്കണം നിങ്ങൾക്ക്. ഇത് സംഘടനയിൽ ചില ആളുകളെ ബോധപൂർവം മാറ്റി നിർത്തുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഒരു വിഷയമാണ് എന്ന് ഇന്ന് ഈ വിഷയത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന എം അബ്ദുറഹ്മാൻ സലഫി എന്ന് പറയുന്ന ആ പണ്ഡിതൻ തന്നെ തുറന്നു പറഞ്ഞ ഓഡിയോ കാസറ്റ് പുറത്തു വന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതെല്ലാവരും മനസ്സിലാക്കണം. ഈ പ്രസ്ഥാനത്തിൽ ജിന്നുകളോട് സഹായം തേടാമെന്ന് പറയുന്ന, ജിന്നിനോട് സഹായം തേടുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ ശിർക്കല്ലെന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ട് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി, എന്നിട്ട് സംഘടനയുടെ നേതൃപദവി കൈക്കലാക്കുന്നതിന് വേണ്ടി, ഇലക്ഷനിൽ 2 വിഭാഗമായി മുജാഹിദുകളെ ചേരിതിരിച്ച് നിർത്തുന്നതിന് വേണ്ടി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടൻ തന്നെ 5/6/2011 നമ്മുടെ CD ടവറിൽ ഒരു യോഗം ചേർന്നു. ആ യോഗത്തിലാണ് ഇങ്ങനെ ഒരു ആരോപണം അവർ ഉണ്ടാക്കുന്നത്. അതിൽ വെച്ച് അബ്ദുറഹ്മാൻ സലഫി സംസാരിക്കുമ്പോൾ പറയുന്നു, യഥാർത്ഥത്തിൽ ഒരു ലാബ് ടെക്നീഷ്യന്റെ പണിയെടുക്കാൻ പോയാൽ സക്കരിയ സ്വലാഹി പറയുന്നതിൽ തെറ്റുണ്ട് എന്ന് പറയാൻ കഴിയില്ല. അദ്ദേഹം തുറന്നു പറയണം. സൂക്ഷ്മമായി പറഞ്ഞാൽ അദ്ദേഹം പറയുന്നതിൽ മതപരമായി തെറ്റുണ്ടെന്ന് പറയാൻ കഴിയില്ല. അത് ശിർക്കാണെന്ന് പറയാൻ കഴിയില്ല. അത് ശിർക്കിലേക്ക് എത്തും എന്നേ പറയാൻ കഴിയുള്ളൂ. നിങ്ങൾ അങ്ങനെ സൂക്ഷ്മമായി പറയാൻ പോകണ്ട, അത് ശിർക്കാന്നാണ് പറഞ്ഞാൽ മതി. എന്നാലേ ജനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെ വിഭാഗമായി തിരിക്കാൻ പറ്റുള്ളൂ, ഇലക്ഷനിൽ ഇടപെടാൻ പറ്റുള്ളൂ. ആ രൂപത്തിലാണ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്. ആദ്യത്തെ ഗ്രൂപ്പ് മീറ്റിംഗ് ആണത്. ഇത് നിഷേധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ഓഡിയോ കാസറ്റ് നമുക്ക് ഹാജരാക്കാൻ കഴിയും. അപ്പോൾ ഇത്രയും തെളിവിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? കെട്ടിയുണ്ടാക്കിയ ഒരു ആരോപണം മാത്രമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സംഗതി എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾ കേട്ട ആ വിഷയം അതല്ല മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രശ്നത്തിന്റെ മർമ്മം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് പ്രശ്നത്തിന് വേറൊരു കാരണവും ഇല്ലാതെ വന്നപ്പോൾ കൊണ്ടുവന്ന ഒരു വിഷയമാണ്. രണ്ടാമത് പല ആളുകളും കേട്ടൊരു വിഷയം എന്താണ്? ഇവിടെ എന്തൊക്കെ ആളുകള് മന്ത്രവാദത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അടിച്ചിറക്കലും അതുപോലെയുള്ള ഹോമങ്ങളും മന്ത്രവാദങ്ങളും ദുർമന്ത്രവാദങ്ങളും 1 നൂറ്റാണ്ട് കാലം മുമ്പ് മുജാഹിദ് പ്രസ്ഥാനം ഈ നാട്ടിൽ നിന്ന് കെട്ടി അന്ധവിശ്വാസങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതാണ് പ്രശ്നം എന്നാണ് ചില ആളുകൾ ഇവിടെ വേറെ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അതും വസ്തുതയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് പറയാൻ ഏതുവരെ ഉപയോഗിച്ചു എന്നറിയോ? നിങ്ങൾ മനസ്സിലാക്കണതിന്റെ ഗൗരവം. ബഹുമാന്യനായ അബ്ദുല്ല കുസുല്ലമി ആമയോ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ കേരളം ചുട്ടുപൊള്ളുന്ന സമയത്ത്, വെള്ളത്തിന് വേണ്ടി കുട്ടികളും മക്കളും വൃദ്ധരായ മാതാപിതാക്കളും കെഞ്ചിക്കേണ് പടച്ചതമ്പുരാനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മഴയ്ക്ക് വേണ്ടിയുള്ള ഒരു നമസ്കാരം നടത്തി. ആ നിസ്കാരത്തെ പറ്റി ഇവരുടെ ഒരു പ്രഭാഷകൻ പറയണത്, നിങ്ങൾക്ക് മഴയ്ക്ക് വേണ്ടിയൊക്കെ ദ്വയർക്കേണ്ടി വരും, പ്രാർത്ഥിക്കേണ്ടി വരും. കാരണം മന്ത്രിച്ചൂതി കൊടുക്കാൻ വെള്ളം കിട്ടാത്തതുകൊണ്ടല്ലേ നിങ്ങൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെ പരസ്യമായി പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ ആ വിഷയം എത്തിച്ചിട്ടുണ്ട്. അതും ഞാൻ സൂചിപ്പിക്കട്ടെ, അതും യഥാർത്ഥത്തിൽ ഒരു വിവാദം ഉണ്ടാക്കിയതാണ്. അതിൽ നമുക്ക് ഇത്രേ പറയാനുള്ളൂ. ഞാൻ ആ വിഷയത്തിൽ എന്താണ് നമുക്ക് പറയാനുള്ളത് എന്ന് എൻ്റെ അഭിപ്രായം പറയുന്നില്ല. ബഹുമാന്യരായ 10 പണ്ഡിതന്മാർ ചേർന്ന് ഈ വിഷയത്തിൽ 21/6/2011 എടുത്ത 10 പണ്ഡിതന്മാർ ചേർന്നെടുത്ത തീരുമാനം പിന്നീട് ജമിയത്തുൽ ഉലമയുടെ സംയുക്ത കൗൺസിൽ അംഗീകരിക്കുകയും ചെയ്ത ഒരു തീരുമാനം മാത്രം ഞാൻ വായിക്കാം. കേട്ടവരുണ്ടാകാം, കേൾക്കാത്തവർക്ക് വേണ്ടി വായിക്കുകയാണ്. എന്താണ് ഈ വിഷയത്തിൽ നമ്മുടെ നിലപാട്? ഖുർആൻ കൊണ്ടും അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും കൊണ്ടും
ഖുർആനിലും സുന്നത്തിലും സ്വഹീഹായി വന്നിട്ടുള്ള ദിക്റുകൾ കൊണ്ടും രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സുന്നത്തിൽ സ്ഥിരപ്പെട്ട രീതിയിൽ നിർവഹിക്കുന്ന ഒന്നാണ് റുഖിയ ശറയ്യ. റുഖിയ സ്വയം നിർവഹിക്കലാണ് ഏറ്റവും ഉത്തമം. മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കുന്നതിനും വിരോധമില്ല. റുഖിയ നിർവഹിക്കുന്ന വ്യക്തി അത് തൊഴിലായി സ്വീകരിക്കുന്നതിനോ താൻ റുഖിയ ചെയ്യുന്നവനാണെന്ന് പരസ്യപ്പെടുത്തുന്നതിനോ ദീനിൽ മാതൃകയില്ല. കൂലി നിശ്ചയിക്കുന്നതിനും ന്യായമില്ല. 3, ജിന്നുബാധയുണ്ടാകുമെന്നത് യാഥാർത്ഥ്യമാണ്. പല കാരണങ്ങളാലും രോഗമുണ്ടാകുന്നത് പോലെ ജിന്നുബാധ മൂലവും രോഗമോ മറ്റു പ്രയാസങ്ങളോ ഉണ്ടാവാം. ആ സമയത്ത് രോഗശമനത്തിനായി സാധാരണ ചികിത്സ തേടുന്നതിനോടൊപ്പം റുഖിയ ശറയ്യ ചെയ്യാവുന്നതാണ്. ഒരാളുടെ രോഗകാരണം ജിന്നു ബാധിച്ചതാണ് എന്ന് വഹി അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കല്ലാതെ മറ്റൊരാൾക്കും ഉറപ്പിച്ചു പറയാൻ സാധിക്കുകയില്ല. 5, പിശാച് മനുഷ്യരിൽ ശിർക്കിലേക്കും ബിദ്അത്തിലേക്കും ഹറാമിലേക്കും ഒക്കെ എത്തിക്കുന്ന വസ്വാസ് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ഗൗരവമുള്ള സംഗതി. എന്നാൽ പിശാച് തോന്നലുകൾക്ക് പുറമെ ശാരീരിക ഉപദ്രവങ്ങളും ഉണ്ടാക്കും. 6, റുഖിയയുടെ ഭാഗമായി അടിക്കുക പോലുള്ള സംഗതികൾ പ്രാമാണികമായി സ്ഥിരപ്പെട്ടതല്ല. 7, റുഖിയ ശറയ്യ നടത്തുന്ന വേളയിൽ ജിന്നുമായി സംസാരിക്കുന്നതോ ഏതെങ്കിലും തരത്തിലുള്ള തആമുൽ നടത്തുവാനോ പാടുള്ളതല്ല. 8, റുഖിയ ശറയ്യക്ക് വേണ്ടി പ്രത്യേക കേന്ദ്രങ്ങൾ നടത്തുന്നതിന് യാതൊരു മാതൃകയുമില്ല. അത്തരം കേന്ദ്രങ്ങൾ നടത്തുന്നതിനെ എതിർക്കപ്പെടേണ്ടതാണ്. പിശാചിന്റെ സ്വാധീനത്തിൽ നിന്ന് കരകയറാൻ ആവശ്യമായ ഇസ്ലാമിക നിർദ്ദേശങ്ങൾ മുഴുവൻ ജനങ്ങൾക്കും പഠിപ്പിക്കേണ്ടതാണ്. റുഖിയ ശറയ്യ എത്രത്തോളമാകാമെന്ന് പ്രവർത്തകരെ ബോധ്യപ്പെടുത്തേണ്ടതും ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കി കൊടുക്കേണ്ടതുമാണ്. ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് തൗഹീദിന് വിരുദ്ധവും ശിർക്കുമാണ്. റുഖിയ ശറയ്യ നിർവഹിക്കുന്ന വേളയിൽ പ്രമാണവിരുദ്ധമായതിനാൽ ഒഴിവാക്കണമെന്ന് പണ്ഡിതന്മാർ നിർദ്ദേശിച്ച കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഉദാഹരണത്തിന് പിഞ്ഞാണത്തിൽ എഴുതി കുടിക്കൽ, റുഖിയക്ക് വേണ്ടി കാസറ്റുകളും സീഡികളും ഉപയോഗിക്കൽ, മൈക്ക് സെറ്റ് ഉപയോഗിക്കൽ, അന്യ സ്ത്രീകളുമായി തനിച്ചാകലും സ്പർശിക്കലും. ഈ കാര്യങ്ങൾ പരിഗണിച്ച് KJUKNM നിർദ്ദേശിക്കുന്ന മാർഗനിർദ്ദേശങ്ങളോട് യോജിച്ചുകൊണ്ട് മാത്രം എല്ലാവരും പ്രവർത്തിക്കേണ്ടതാണ്. ഇതാണ് 10 പണ്ഡിതന്മാർ ചേർന്ന് ഖുർആന്റെയും സുന്നത്തിന്റെ അടിസ്ഥാനത്തിലെടുത്ത തീരുമാനം. ഇത് പിന്നീട് നമ്മുടെ സംഘടന അംഗീകരിക്കുകയും ചെയ്യും. ഇനി ആ 10 പണ്ഡിതന്മാരെ കേൾക്കണോ? ഇതിൽ പറഞ്ഞ ആശയം എന്താ? ചുരുക്കി പറഞ്ഞാൽ പിശാച് വസ്വാസ് മാത്രമല്ല, അത് ബാധിക്കും, രോഗം ഉണ്ടാക്കും, സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിന് ഇസ്ലാമിൽ അതിന് ചികിത്സയുണ്ട്. അതിന്റെ പേരാണ് റുഖിയ ശറയ്യ. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റു പൈശാചിക ചികിത്സകൾ റുഖിയ ശിർക്കിയയാണ്, അത് റുഖിയ ബിദ്അയാണ്. അതൊരിക്കലും തന്നെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത നരകത്തിലേക്കുള്ള വഴിയാണ്. ഹോമവും അതുപോലെയുള്ള കാര്യങ്ങളും ഏലസും അങ്ങനെയുള്ള ദുർമന്ത്രവാദങ്ങളും അങ്ങനെയുള്ള കേന്ദ്രങ്ങളും പണ്ടുകാലം മുതലേ മുജാഹിദ് പ്രസ്ഥാനം എതിർത്തിട്ടുണ്ട്, ഇന്നും ശക്തമായി എതിർക്കുന്നു. ഈ പ്രവർത്തകന്മാർ ഉള്ളിടത്ത കാലം അതിനെ എതിർത്തുകൊണ്ടിരിക്കും. എന്നാൽ റുഖിയ ശറയ്യ, ശറയിൽ അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഈ ചികിത്സ ഉണ്ടെന്ന് ആദ്യം പറഞ്ഞത് KNMന്റെ 1ാമത്തെ പ്രസിഡന്റ് ബഹുമാന്യനായ KM മൗലവി റഹിമഹുള്ളയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഫത്വയുടെ സമാഹാരമുണ്ട്. അത് മടവൂർ വിഭാഗം പുറത്തിറക്കിയ പുസ്തകമാണ്. അതിന്റെ 18ാമത്തെ പേജിൽ അദ്ദേഹം ഈ കാര്യം വിശദമായി പറയുന്നുണ്ട്. അപ്പോൾ പണ്ടുള്ള അഭിപ്രായവും ഇപ്പോഴുള്ള അഭിപ്രായവും ഇത് തന്നെയാണ്. ഇതിൽ ഒപ്പിട്ട 10 പണ്ഡിതന്മാർ ആരൊക്കെയാ നോക്കൂ നിങ്ങൾ. 1 C കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ, 2 PN അബ്ദുൽ ലത്തീഫ് മദനി, 3 M അബ്ദുറഹ്മാൻ സലഫി, 4 KK സക്കരിയ സ്വലാഹി, 5 അബൂബക്കർ സലഫി, 6 ഹനീഫ് കായക്കൊടി, 7 സമീർ മദീനി ശ്രീമൂല നഗരം, 8 ശംസുദ്ദീൻ P, 9 ഹംസ മദീനി, 10 അഹമ്മദ് അനസ് മൗലവി. അപ്പൊ എന്താ, എല്ലാവർക്കും ഉള്ള അഭിപ്രായമാണിത്. ഇതിലപ്പുറം അഭിപ്രായം ആർക്കും എന്തില്ല, ഈ വിഷയത്തിലില്ല. അപ്പൊ അതുകൊണ്ട് അതും പറഞ്ഞ് ജനങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, തെറ്റിദ്ധരിപ്പിക്കേണ്ടതില്ല. ഇത് മാത്രമേ ആ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളൂ. പിന്നെന്താ പ്രശ്നം? അപ്പൊ ജിന്നു അല്ല, റുഖിയ ശറയ്യന്റെ വിഷയമല്ല, അതിലൊക്കെ എല്ലാവർക്കും ഒരു അഭിപ്രായം തന്നെയാണുള്ളത്. ലോക സലഫി പണ്ഡിതന്മാർക്ക് ഇല്ലാത്തൊരു അഭിപ്രായം നമുക്ക് ആർക്കും ഇല്ല. പിന്നെന്താ പ്രശ്നം? അത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആദർശ വിരോധികളെ വിശ്വാസത്തിലെടുക്കുകയും സന്തോഷിപ്പിക്കുകയും പ്രസ്ഥാന പ്രവർത്തകന്മാരെ ദുഃഖിപ്പിക്കുകയും അവിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് നമ്മുടെ നേതൃനിരയിലുള്ള ചില ആളുകൾക്ക് ഇടക്കാലത്ത് ഉണ്ടായി എന്നതാണ് പ്രശ്നത്തിന്റെ ഒരു മർമ്മമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ വെറുതെ പറയല്ല, 2-3 തെളിവ് പറയാം. ഒന്ന്, നമ്മുടെ സംസ്ഥാന സമ്മേളനം അതിനൊരു തെളിവാണ്, അതിന്റെ പ്രകടമായ തെളിവാണ്. അതിന് മുമ്പ് തെളിവുകളുണ്ട്. എന്താ പ്രധാനമായിട്ട്? ഒന്ന്, ശരിയായ ഇസ്ലാമിക പ്രബോധകന്മാർക്കും പണ്ഡിതന്മാർക്കും ഒക്കെ അവിടെ ചെന്ന നിരീക്ഷണം, വളണ്ടിയേഴ്സിന്റെ നിരീക്ഷണം. എന്നാൽ മറ്റുള്ള സംഘടനകളിലെ ആദർശ വിരോധികളുടെ സംഘടനാ നേതാക്കന്മാരൊക്കെ വരുമ്പോൾ അവർക്ക് യാതൊരു നിരീക്ഷണമല്ല, അവർക്ക് എവിടെയും കയറാൻ ഇറങ്ങാൻ ഒരു പ്രശ്നമല്ല. അതുപോലെ നമ്മുടെ പ്രവർത്തകന്മാർക്ക് അവിടെ പുറത്ത് സ്റ്റാളും കാര്യമൊന്നും വെക്കാൻ പാടില്ല. എന്നാൽ എതിരാളികൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അതുപോലെ മടവൂർ വിഭാഗത്തിന്റെ അവരുടെ സ്റ്റാളുകളൊക്കെ ഒരു കുഴപ്പമില്ലാതെ അവിടെ നിലനിൽക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ MESന്റെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ ആ ഒരു സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തകന്മാരെ തന്നെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഇബിലീസുകൾ എന്ന രൂപത്തിൽ തന്നെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചു.
അത് ശരിയല്ലെന്ന് ബഹുമാന്യനായ ഈ വേദിയിലിരിക്കുന്ന ഹുസൈൻ സലഫി അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അത് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് ബഹുമാന്യനായ TP പറഞ്ഞത് എന്താ? ഹുസൈൻ സലഫിയുടെ സംസാരം ഒരു അപശബ്ദമാണ്, എന്നാൽ മുജാഹിദീങ്ങളെ പരസ്യമായി ചീത്ത പറഞ്ഞ വാക്കിന് ഒരു പ്രശ്നമില്ല. അപ്പൊ അവരെ സന്തോഷിപ്പിക്കുക, നമ്മളെ പ്രവർത്തകന്മാരെ പ്രയാസപ്പെടുത്തുന്ന നിലപാട് മാത്രമല്ല. പ്രോഗ്രാമിലുള്ള ആളുകൾക്ക് വിലക്ക് ബഹുമാന്യനായ MSISMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി K സജ്ജാദും അതുപോലെ തന്നെ ഷഹീദ് ഏലാങ്കോട് എന്ന് പറയുന്ന ട്രഷററും യുവജന സമ്മേളനത്തിൽ സ്വാഗതവും അധ്യക്ഷനും പറയേണ്ട ആളുകളാണ്. ആ സമയത്ത് അവരെ വേദിക്കരികിലുണ്ട്, അവരെ വിളിക്കണില്ല, നേരെ ബാക്കിൽ നിന്ന് അനൗൺസ് ചെയ്തുകൊണ്ട് പരിപാടി മുന്നോട്ട് പോവുക, അവർ തിരിച്ചു പോരാ. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ O അബ്ദുള്ള സാഹിബ് അവിടെ വരുന്നു, അദ്ദേഹം പ്രോഗ്രാമിലില്ല, അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അവസരം കൊടുക്കുന്നു, പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് O അബ്ദുറഹ്മാൻ അവസരം കൊടുക്കുന്നു. ആലോചിച്ച് നോക്കിങ്ങൾ, നമ്മുടെ സംഘടനയുടെയും നമ്മുടെ പ്രവർത്തകന്മാരെയും പ്രോഗ്രാമിൽ ഉണ്ടായിട്ടും അവിടെ എന്തില്ല, സീറ്റില്ല, അവരെ തിരിച്ചയക്കുന്ന അവസ്ഥ. പിലാത്തറ സമ്മേളനം ഉണ്ടായപ്പോ അത് കഴിഞ്ഞ ശേഷം ഇതാ നിങ്ങൾക്ക് ഇപ്പൊ സമ്മേളനം മോശമാണ് എന്ന് മാധ്യമം പത്രത്തിൽ ലേഖനം എഴുതിയ ആളായിരുന്നു O അബ്ദുള്ള സാഹിബ്. അദ്ദേഹത്തിന് ഇത്രയും കാലം കഴിഞ്ഞപ്പോൾ ഈ രൂപത്തിലാണ് സ്വീകരണം കൊടുത്തത്. മാത്രമല്ല, സമ്മേളനം കഴിഞ്ഞപ്പോൾ പ്രബോധനം അതിനെ വിലയിരുത്തിക്കൊണ്ട് എഴുതിയത് എന്താ? ഇപ്രാവശ്യത്തെ മുജാഹിദ് സമ്മേളനം നന്നായിരിക്കുന്നു. കാരണം സാധാരണ സമാപന സമ്മേളനത്തിൽ ഇവിടെയുള്ള മറ്റു മുസ്ലിം സംഘടനകളൊക്കെ നിങ്ങൾ വിമർശിക്കാറുണ്ട്, ഇപ്രാവശ്യം ആരും വിമർശിച്ചിട്ടില്ല, നിങ്ങളുടെ കൂട്ടത്തിലുള്ള കുറച്ച് ആൾക്കാരെ വിമർശിച്ചിട്ടുള്ളൂ. ഈ പാത നല്ല പാതയാണ്, ഇത് പ്രതീക്ഷ നൽകുന്നുണ്ട്. സാധാരണ മുജാഹിദ് പ്രസ്ഥാനത്തിന് സമ്മേളനം കഴിഞ്ഞാൽ ഇവർക്കൊക്കെ തലവേദന ഉണ്ടാവുക ചെയ്യുക, പക്ഷെ അവരൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങുക, യഥാർത്ഥ മുജാഹിദീങ്ങൾ അടങ്ങാറാവുകയും ചെയ്യുക. അപ്പൊ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് അതിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. മാധ്യമം എഡിറ്റോറിയൽ എഴുതി, ആ എഡിറ്റോറിയലിലും തന്നെ ഇപ്പോഴുള്ള KNMന്റെ നേതൃത്വം നല്ല നേതൃത്വമാണെന്ന്. മാധ്യമം നല്ല നേതൃത്വമാണെന്ന് പറയണമെങ്കിൽ ഏത് ആദർശമാണ് നമ്മുടെ ആളുകൾ സ്വീകരിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ജമാഅത്തെ ഇസ്ലാമി പണ്ട് മുതലേ നമ്മെ അക്ഷരപൂജകരാണ് എന്ന് അവര് പറയാറുണ്ട്. പ്രമാണത്തിനെ സ്വീകരിക്കുന്നത് കൊണ്ട് അവർ നമ്മളെ പറ്റി പറയാറുള്ളത് നമ്മൾ അക്ഷരപൂജകരാണ് എന്നാണ്. അക്ഷരപൂജകരാണ് എന്ന് ഈ മാധ്യമത്തിന്റെ എഡിറ്റോറിയലിൽ അവർ എഴുതി. പക്ഷേ അതേ സംഗതി തന്നെ അവരുടെ അഡ്വോക്കിന്റെ പ്രസിഡന്റ് അതേ കാര്യം വിചിന്തനത്തിൽ വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്, നമ്മൾ അക്ഷരപൂജകരാണ് എന്ന്. അപ്പൊ അതേ വാദം അവർ തന്നെ ഏറ്റെടുക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. മാത്രവുമല്ല, ഇപ്പോൾ അവർ നടത്തിയ കടപ്പുറത്തൊരു സമ്മേളനം ഉണ്ടായിരുന്നു. ആ സമ്മേളനത്തിൽ പറഞ്ഞത് എന്താ? ഈ അഡ്വോക്കിന്റെ പ്രസിഡന്റ് തന്നെ പറഞ്ഞത്, നിങ്ങൾക്ക് യൂട്യൂബിൽ അതടിച്ചാൽ അത് കേൾക്കാൻ സാധിക്കും. അദ്ദേഹം പറയാണ്, ഇവരെ നേരിടാൻ, ആരെ? മുജാഹിദ് പ്രവർത്തകന്മാരെ നേരിടാൻ ഞങ്ങൾക്ക് സുന്നികളുടെയും ജമാഅത്തുകാരുടെയും NDF-കാരുടെയും എല്ലാവരുടെയും സഹകരണം വേണം. ഇത് ഒറ്റക്കെട്ടായിട്ട് നമുക്ക് അവരെ നേരിടണം. അപ്പൊ ഇവരോടൊക്കെ സഹകരണം വാങ്ങിക്കാണ്ട് നേരിടുകയാണ്. ആലോചിക്കുക നിങ്ങൾ, ഇതൊക്കെ അതിന് തെളിവാണ്. മാത്രവുമല്ല, ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ തുടങ്ങി വെച്ചിരിക്കുന്ന മീഡിയ വൺ എന്ന് പറയുന്ന ചാനലിന് ആശംസ പറയുന്നതിന് വേണ്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK അഹമ്മദ് സാഹിബ് പോയി എന്ന് മാത്രമല്ല, അദ്ദേഹം ആ ആശംസാ സംസാരം കേൾക്കുന്ന ഏതൊരു മുജാഹിദിനും നൊന്ത് വേദനിക്കുന്ന ഒരവസ്ഥ സ്വാഭാവികമായും ഉണ്ടാകും. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാര് അദ്ദേഹത്തിന്റെ വാദമാണ് ഇവിടെ അദ്ദേഹത്തിന്റെ ഒരു വാദമാണ് സൃഷ്ടികൾക്ക് അഭൗതികമായി സഹായിക്കാൻ കഴിയുമെന്ന വാദം. അതേ വാദം നേരത്തെ പറഞ്ഞ ഹനീഫ് കായക്കൊടി മൂവാറ്റുപുഴ സംവാദത്തിൽ പറഞ്ഞു, മലക്ക് അഭൗതികമായി സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കല്ല, പ്രാർത്ഥിച്ചാലേ ശിർക്കാവുകയുള്ളൂ. അപ്പൊ നെല്ലിക്കുത്തിന്റെ അതേ വാദം. അപ്പൊ എന്തായി? ചുരുക്കി പറഞ്ഞാൽ ആദർശ വിരോധികളെ സന്തോഷിപ്പിക്കുകയും നമ്മുടെ പ്രവർത്തകന്മാരെയും പണ്ഡിതന്മാരെയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ അവസ്ഥ വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് വരാനുള്ള കാരണം ആദർശ വിയോജിപ്പ് കാരണം ഇറങ്ങിപ്പോയവരുമായി രഹസ്യമായ ബാന്ധവത്തിൽ ഇപ്പോഴുള്ള നേതൃത്വം ഇടപെട്ടു എന്നത് തന്നെയാണ്. അത് മുൻകാലത്തുണ്ടായിട്ടില്ല. സമസ്ത ഇതിൽ നിന്ന് പിരിഞ്ഞു പോയി ഉണ്ടായതാണ്. പിന്നീട് അവർ പിരിഞ്ഞു പോയ ശേഷം അവരെ പിന്നാലെ പോയിട്ട് ലയനത്തിന് വേണ്ടി നമ്മളെ നേതാക്കന്മാർ ശ്രമിച്ചിട്ടില്ല. ജമാഅത്തെ ഇസ്ലാം ഇതിൽ നിന്ന് പിരിഞ്ഞു പോയവരാണ്. പിന്നെ അവരെ പിന്നാലെ പോയിട്ട് അവരുമായി ലയിക്കാനുള്ള പരിപാടി നമ്മുടെ നേതൃത്വം പിന്നീട് ചെയ്തിട്ടില്ല. അതുപോലെ ചേകന്നൂർ മൗലവിയും അദ്ദേഹത്തിന്റെ ആദർശവും ഇതിൽ നിന്ന് പിരിഞ്ഞു പോയതാണ്. പിന്നീട് ചേകന്നൂരുമായി ഒരു അലയൻസ് ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ടില്ല. എന്നാൽ 2002 മടവൂർ വിഭാഗം ഇതിൽ നിന്ന് പിരിഞ്ഞുപോയി. അത് നിസ്സാര കാരണങ്ങളല്ല, വളരെ ഗുരുതരമായ കാരണങ്ങൾ കാരണം അവർ പിരിഞ്ഞുപോയി. അത് ആർക്കും ഓർമ്മയുണ്ടാകില്ല. ഈ പുസ്തകം ചില ആളുകൾക്ക് ഇന്നു മുതൽ തലവേദനയാണ്. ഏതാണ് ഈ പുസ്തകം? 2001 ജൂൺ 4 പുളിക്കൽ മദീനത്തുൽ ഉലൂമിൽ ചേർന്ന കേരള ജംഇയ്യത്തുൽ ഉലമാ നിർവാഹക സമിതി യോഗ തീരുമാനങ്ങൾ. മടവൂർ വിഭാഗത്തെ പുറത്താക്കാൻ
ഉള്ള കാരണം എന്താണെന്ന് വിശദീകരിച്ച് അന്ന് ചർച്ച ചെയ്തെടുത്ത് 17 തീരുമാനങ്ങളാണ്. ഈ 17 തീരുമാനങ്ങൾ പ്രകാരമാണ് അവരെ പുറത്താക്കിയിട്ടുള്ളത്. ഇതിൽ ഒന്നാമത്തെ കാര്യം തന്നെ മൻഹജുസ് സലഫ് സ്വീകരിക്കണമോ വേണ്ടയോ, അത് സ്വീകരിക്കേണ്ടതില്ല എന്നായിരുന്നു അവരുടെ നിലപാട്. അത് 5-ാം മദ്ഹബാണ്, അത് ഗൾഫ് ഇറക്കുമതിയാണ് എന്നാണ് മടവൂർ വിഭാഗം വാദിച്ചത്. അല്ല എന്ന് നമ്മളും വാദിച്ചു. അവസാനം അവർക്ക് അംഗീകരിക്കേണ്ടി വന്നു. അതുപോലെ വളണ്ടിയർ കോർ എന്ന രഹസ്യമായ ഒരു വിങ് തന്നെ അവർ ഉണ്ടാക്കുന്ന ഒരവസ്ഥ അവർക്ക് ഉണ്ടായി. ഇതൊക്കെ ഉണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനങ്ങൾ ഉണ്ടായത്. അങ്ങനെ അന്ന് ജമിയത്തുൽ ഉലമ ഈ തീരുമാനങ്ങൾ എടുത്തു. പക്ഷേ ഇതിനെ ലംഘിച്ചുകൊണ്ട് ആളില്ലാത്ത 180 പേജ് വരുന്ന ഒരു പുസ്തകം, അവർ ഒരു നീല പുസ്തകം, അത് നീല കളറുള്ളതായതുകൊണ്ട് അതിന് നീല ബുക്ക് എന്നാ പേര് പറഞ്ഞിരുന്നത്, ഒരു പുസ്തകം അവർ പുറത്തിറക്കി. അങ്ങനെ ഈ 18 തീരുമാനത്തെയും അവർ ഗണ്ണിച്ചു. അതുകൊണ്ടാണ് ആ നടപടിക്ക് അവർ വിധേയരായതും അവർ ഇതിൽ നിന്ന് ഇറങ്ങിപ്പോകാനുണ്ടായ കാരണവും. ഏതുവരെ അവരെത്തിയെന്നറിയോ? ആശയ സമന്വയം എന്ന് പറയുന്ന ഒരു മാസിക അവർ പുറത്തിറക്കിയിരുന്നു. ആ ആശയ സമന്വയത്തിൽ വേശ്യപ്പെണ്ണിന്റെ കഥ പറയുന്ന അവസ്ഥ, അതുപോലെ തന്നെ വളണ്ടിയർ കോർ എന്ന രഹസ്യ വിഭാഗം ഹദീസ് നിഷേധത്തിന്റെ അവസ്ഥ, അവര് ഈ കഴിഞ്ഞ 10 വർഷം ആ വിശ്വാസത്തിലും ആ സ്വഭാവത്തിലുമാണ് അവർ മുന്നോട്ട് പോയത്. ഖുർആനിന് എതിരായ സ്വഹീഹായ ഹദീസ് ഉണ്ട് എന്നാണ് അവരുടെ വാദം. ഒരിക്കലും നഊദു ബില്ലാഹ് അങ്ങനെ ഉണ്ടാവുകയില്ല. ഖുർആനിനെതിരായ ഹദീസ് ആണെങ്കിൽ അത് ദുർബലമായിരിക്കും, സ്വഹീഹാണെങ്കിൽ ഉണ്ടാവില്ല. കാരണം ഖുർആനും വഹിയാണ്, ഹദീസും വഹിയാണ്. അത് രണ്ടും അള്ളാഹുവിൽ നിന്നാണ്. ഒരിക്കലും അള്ളാഹു വൈരുദ്ധ്യം പറയുകയില്ല. വൈരുദ്ധ്യം പറയുമെന്ന വാദമാണ് അവരിന്ന് വാദിച്ചു കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബഹുമാന്യനായ സലഫിയുടെ സംസാരത്തിൽ അവരുടെ അപകടങ്ങൾ എന്താണ് എന്ന് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത്തരം അവസ്ഥയുള്ള ആളുകളെ ഒഴിവാക്കി മാറ്റി നിർത്തിയവരാണ്. എന്നിട്ട് നമ്മൾ 10 വർഷം ഗംഭീരമായി പ്രവർത്തിച്ചു. മുജാഹിദ് പ്രസ്ഥാനം വട്ടപൂജയാകുമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ അവരാണ് വട്ടപൂജ്യമായത്. നമ്മുടെ സാൽവേഷനുകൾ, അതുപോലെ തന്നെ സമ്മേളനങ്ങൾ, അതുപോലെ തന്നെയുള്ള ക്യാമ്പയിനുകൾ, നിരവധി പരിപാടികൾ, ഒരുപാട് പുതിയ പ്രദേശങ്ങളിലേക്ക് ഇസ്ലാമിക പ്രസ്ഥാനം കടന്നു ചെന്നു. നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടായി. അങ്ങനെ സജീവമായി മുന്നോട്ട് പോയപ്പോ നേരത്തെ പറഞ്ഞ രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ, മറ്റു ആളുകളൊന്നും പിരിഞ്ഞു പോയപ്പോൾ കാണിക്കാത്ത ഒരു ശൈലി ഇവിടെ നേതൃത്വം സ്വീകരിച്ചു. പിരിഞ്ഞു പോയ ആളുകളുമായി രഹസ്യ ബാന്ധവം തുടങ്ങി. അതിന് നേതൃത്വത്തിന്റെ ഒത്താശയുണ്ടാകാൻ തുടങ്ങി. യഥാർത്ഥ സലഫിയത്തിനോട് അവർക്ക് പിന്തിരിഞ്ഞ ഒരു സമീപനമുണ്ടായി. എങ്ങനെയെങ്കിലും മടവൂർ വിഭാഗവുമായി യോജിക്കാനുള്ള ഒരു ശ്രമമുണ്ടായി. ഒരുപാട് ശ്രമങ്ങൾ. അതിലൊരു പ്രധാനപ്പെട്ട ശ്രമം ഞാൻ പറയാം. 2010 നവംബർ മാസത്തിലാണ് ആ ശ്രമം നടക്കുന്നത്. ഞാനത് കേട്ടുകേൾവിന്റെ അടിസ്ഥാനത്തിലല്ല പറയുന്നത്. ആ സന്ദർഭത്തിൽ ISMന്റെ സംസ്ഥാന ഭാരവാഹി, സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന പോസ്റ്റിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്കുള്ള ചില വ്യക്തിപരമായ അനുഭവങ്ങൾ ചുരുക്കിയാണെന്ന് പറയാൻ സമയം അതിന് അനുവദിക്കുമെന്ന് എനിക്കറിയില്ല. അതായത് മടവൂർ വിഭാഗവുമായി ലയിക്കാൻ നമ്മുടെ നേതൃത്വത്തിന് സർവ്വ ഒത്താശയുമായി അന്ന് നല്ല നീക്കങ്ങൾ നടന്നു. അതിനാദ്യം ചെയ്തത് എന്താ അറിയോ? പല രംഗങ്ങളും നടന്നു പോയിട്ടുണ്ട്. അതില് ബഹുമാന്യനായ AP തന്നെ ആ കാര്യത്തിന് മുൻകൈയെടുത്തിട്ടുണ്ട്. TP മുൻകൈയെടുത്തിട്ടുണ്ട്. അബ്ദുറഹ്മാൻ സലഫി അതിന്റെ കൂടെ കൂടിയിട്ടുണ്ട്. നൂർ മുഹമ്മദ് നൂർഷ കൂടിക്കൊടുത്തിട്ടുണ്ട്. ഇവരുടെയൊക്കെ അനുവാദത്തോടു കൂടി ഇത് നടക്കാൻ മുന്നോട്ട് പോയിട്ടുണ്ട്. നിങ്ങൾക്കറിയുമോ, നൂർഷ സാഹിബ് തന്നെ ഒരു യോഗത്തിൽ പറഞ്ഞത് ഞാൻ നേരിട്ട് കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹം ആദ്യം ലയനത്തിന് അനുകൂലവും പിന്നെ എതിരുമായ ആളാണ്. അപ്പൊ അദ്ദേഹം ആ കാര്യം യോഗത്തിൽ പറയാണ്ട് എന്നോട് AP അടിയന്തരമായി കോഴിക്കോട് വരാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ എറണാകുളത്ത് കോഴിക്കോട് എത്തി. AP പറയാ, ഇങ്ങനെ ഒരു പ്രപ്പോസൽ വരുന്നുണ്ട്, അവര് ലയിക്കാൻ തയ്യാറാണ് എന്ന്. അപ്പൊ നമുക്കും അങ്ങനെ ആയാൽ കുഴപ്പമില്ലാന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിന് അബ്ദുറഹ്മാൻ സലഫിയെ കൂടി ഒന്ന് അനുകൂലമാക്കി തരണം എന്ന് AP ആരോട് പറയുന്നു? നൂർഷ സാഹിബിനോട് പറയുന്നു. നൂർഷ സാഹിബ് അത് ഏറ്റെടുത്ത് പോരുന്നു. അദ്ദേഹം സലഫിയെ അതിന് അനുകൂലമാക്കി കൊടുക്കുന്നു. അതെങ്ങനെയെന്നതൊക്കെ പിന്നീട് വിശദീകരിക്കും. അതിനുശേഷം അവരതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. അങ്ങനെ മീറ്റിങ്ങുകളിൽ ചർച്ചകളായി. 7 അംഗ സമിതി അതിന് രൂപപ്പെടുത്തി. AP, TP അതുപോലെ തന്നെയുള്ള ആളുകൾ അടങ്ങുന്ന 7 അംഗ സമിതി ഈ ലയനത്തിനു വേണ്ടി കമ്മിറ്റി എടുത്തു. അതിൻ്റെ ചർച്ചകൾ നടക്കുകയാണ്. ഈ വിവരങ്ങളൊന്നും ഞങ്ങളാരും അറിയില്ല. ഞങ്ങളറിയില്ല കാരണം ISM MSM ഒന്നും അറിയില്ല. അപ്പോഴാണ് പെട്ടെന്നൊരു വർക്കിംഗ് ഡേയ്സിൽ KNMന്റെ ഒരു സംസ്ഥാന എക്സിക്യൂട്ടീവ് വിളിക്കുന്നത്. അന്ന് ഒരു ഹോസ്പിറ്റൽ കേസ് ഉള്ളത് കാരണത്താൽ എനിക്ക് അരമണിക്കൂർ വൈകിയാണ് യോഗത്തിലെത്താൻ സാധിച്ചത്. ഞാൻ എത്തുമ്പോൾ അവിടെ കാണുന്ന ചർച്ച ഞെട്ടിപ്പിക്കുന്ന ചർച്ചയാണ്. അവിടെ സ്വാഗതം, അധ്യക്ഷന്റെ സംസാരമൊക്കെ കഴിഞ്ഞ ശേഷമാണ് ആ ചർച്ചയാണ്. എന്താ ചർച്ച?
മടവൂർ വിഭാഗവുമായി ലയിച്ചതുപോലെയാണ് ചർച്ചയിൽ അംഗങ്ങൾ പറയുന്നത്. അവരെ മർക്കസ് ദേവ അങ്ങോട്ട് കിട്ടും, അതിന് കരാർ പത്രങ്ങളെ പറ്റിയും കാര്യങ്ങളെ പറ്റിയും. ഞാൻ ഇത്ര പെട്ടെന്ന് എങ്ങനെ ഇങ്ങനത്തെ ഒരു ചർച്ച ഇവിടെ വന്നു എനിക്ക് മനസ്സിലാണില്ല. അപ്പോൾ ഞാൻ അവിടെ എണീറ്റ് നിന്നുകൊണ്ട് അവിടെ നടന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അപ്പോൾ ആ കാര്യങ്ങൾ അവരെന്താണ് സംസാരിച്ചത് ഒന്നും എനിക്കറിയില്ല. പക്ഷേ ലയനമാണ് ചർച്ച എന്ന് മനസ്സിലായി. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ചില വികാരങ്ങൾ ഞാൻ അവിടെ പങ്കുവെച്ചു. നമുക്ക് ഒരിക്കലും തന്നെ മതസംഘടനകൾ രണ്ട് ആദർശങ്ങൾ തമ്മിൽ രാഷ്ട്രീയ സംഘടനകൾ യോജിക്കുന്നത് പോലെ സ്ഥാനമാനങ്ങൾ പങ്കുവെച്ച് യോജിക്കാൻ പാടില്ല. അവിടെയുള്ള ലയനത്തിന്റെ മാനദണ്ഡം എന്താ അറിയോ? 9 ആളുകൾ അവരിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുക. അതുപോലെ ISMന്റെ MSMന്റെ പ്രസിഡന്റ് അവരാണെങ്കിൽ സെക്രട്ടറി നമ്മൾ. ഇങ്ങനെ സ്ഥാനമാനങ്ങൾ പങ്കുവെച്ച ഒരു ചർച്ച, ഒരു ലയനം. ഇത് രാഷ്ട്രീയ സംഘടനകൾ തമ്മിലുള്ള ലയനമാണ്. 2 ആദർശങ്ങൾ തമ്മിൽ. നേരത്തെ പറഞ്ഞ ജംഇയ്യത്തുൽ ഉലമയുടെ 17 തീരുമാനങ്ങൾ നിലനിൽക്കെ ഈ തീരുമാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇപ്പോഴും അവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കെ, ഖുർആനിനെതിരായ സ്വഹീഹായ ഹദീസുകൾ ഉണ്ടെന്ന് പറഞ്ഞിരിക്കെ, അതിനുവേണ്ടി ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, പേരെടുത്തുകൊണ്ടിരിക്കുന്ന, നാവ് കൊണ്ട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ ഈ രൂപത്തിൽ നമ്മൾ ഇങ്ങോട്ട് എടുക്കുക എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അന്ന് എൻ്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചു കുലുക്കിയ മടവൂർ വിഭാഗത്തിന്റെ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം കൂടി ഞാൻ ആ യോഗത്തിൽ പറഞ്ഞു. ആ അനുഭവം നിങ്ങളൊന്ന് കേൾക്കേണ്ടതുണ്ട്. ആ മടവൂർ വിഭാഗത്തിൽ ആ ആൾക്കാരുടെ അവസ്ഥ എന്താന്ന് നിങ്ങൾക്കറിയോ? ബഹുമാന്യനായ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഒരു പ്രവർത്തകൻ, ഈ സദസ്സിലുണ്ട് ആ പ്രവർത്തകൻ. അദ്ദേഹത്തിന് നേരിട്ട് അനുഭവമുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി. ബാക്കി കാര്യം പേര് പറയാം, ചോദിക്കാൻ നല്ലതാണ്, എന്നെ വിളിക്കേണ്ട, അദ്ദേഹത്തെ വിളിച്ചാൽ മതി. നസീർ എന്ന് പറയുന്ന നമ്മുടെ തിരുവനന്തപുരത്തൊരു പ്രവർത്തകൻ, അദ്ദേഹമാണ് ആ അനുഭവം എന്നോട് പറഞ്ഞതെന്ന്. അന്നാണ് ആ കാര്യം പറഞ്ഞത്. അന്നാണ് ആ യോഗത്തിന് ഞാൻ ചെല്ലണത്. എന്താ സംഭവം എന്നറിയോ? അദ്ദേഹം കോഴിക്കോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് ട്രെയിനിൽ യാത്ര പോരുന്ന സമയത്ത് അദ്ദേഹത്തിന് 2-3 ക്രൈസ്തവരായ 2-3 സ്ത്രീകൾ, കന്യാസ്ത്രീകൾ ആ കമ്പാർട്ട്മെന്റിലുണ്ട്. അപ്പം ഇദ്ദേഹം അവരുമായി സംസാരിച്ചു, ഇസ്ലാമിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഇസ്ലാമിനെ പറ്റി അവരോട് പറഞ്ഞു കൊടുത്ത് ബൈബിളും ഖുർആനൊക്കെ ഇങ്ങനെ താരതമ്യം ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർക്ക് അതിങ്ങനെ ഉൾക്കൊള്ളുന്നൊരവസ്ഥ, അതിനെക്കുറിച്ച് അവർ നല്ലൊരു ആഭിമുഖ്യം പുലർത്തി പഠിക്കാൻ കൗതുകത്തോടു കൂടി കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവരുടെ ഈ ചർച്ചയൊക്കെ വീക്ഷിച്ചുകൊണ്ട് തൊട്ടപ്പുറത്തൊരാൾ മാറിയിരിക്കുന്നുണ്ട്, ഒരു താടിയൊക്കെ വെച്ചിട്ട് ഒരാളിരിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം ഇതൊക്കെ കേട്ടിട്ട് അതിൻ്റെ ഇടയിൽ ഇടപെട്ടിട്ട് പറഞ്ഞു, നിങ്ങൾക്കിതിനെപ്പറ്റി പറയാൻ എന്താ അവകാശം? നസീറിനോട് പറയാം, നിങ്ങൾക്കിതിനെപ്പറ്റി പറയാൻ എന്താ അവകാശം? നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള ആളുകൾ എന്താ മോശമല്ലേ? നിങ്ങളെ MM അക്ബറിനെ കുറെ കല്യാണം കഴിച്ചിട്ടില്ലേ ചോദിക്കാണ്. അതേപോലെ തന്നെ നിങ്ങൾ തൗഹീദിന് 3 ഭാഗമുണ്ട് എന്ന് പറയുന്ന ആളുകളല്ലേ, പിന്നെ എങ്ങനെ നിങ്ങൾ ട്രിനിറ്റിനെ, ത്രിയേകത്വത്തിന് നിങ്ങളെങ്ങനെ പിന്നെ ന്യായീകരിക്കുക? അതിനെങ്ങനെ നിങ്ങൾ എതിർക്കുക? ആലോചിക്കുക. നിങ്ങൾ ഖുർആനിന് വൈരുദ്ധ്യല്ലേ, പിന്നെന്താ ബൈബിളിൽ വൈരുദ്ധ്യം ഉണ്ടെന്ന് എങ്ങനെ നിങ്ങൾ പറയാം? അപ്പൊ ഈ സ്ത്രീകളുടെ മുമ്പിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത് ഇയാളെ. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു? ഈ സംസാരം നിർത്തി. ഇനി ഇയാളെ ബല മുമ്പിൽ വെച്ച് കണ്ടിട്ട് തമ്മിൽ ഒരു പരസ്പര വാക്കേറ്റം വേണ്ടെന്നുള്ളത്. എന്നിട്ട് ഇയാളോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞാൻ ഏലംകുളത്തുകാരനാണ്. എന്താ പേര്? മുഹമ്മദ് എന്നാണ് പേര്. എന്താ? ഞാൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഒരു പ്രവർത്തകനാണ്. അയാൾ പരിചയപ്പെടുത്തി. അത് കഴിഞ്ഞ് ഇവൻ നമ്മുടെ പ്രവർത്തകനാകെ പ്രയാസപ്പെട്ടു. ഇതിൻ്റെ ഇടയിൽ കയറി ഇടപെട്ടല്ലോ. അല്പസമയം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അതാ തിരുവനന്തപുരത്ത് ട്രെയിനെത്തിയപ്പോൾ അറബിക് കോളേജ് പ്രിൻസിപ്പൽമാരുടെ യോഗം തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. ആ യോഗത്തിന് വേണ്ടി നമ്മുടെ സയ്യിദ് മുഹമ്മദ് ഷാക്കിർ, ISMന്റെ പ്രസിഡന്റായിരുന്ന സയ്യിദ് മുഹമ്മദ് ഷാക്കിർ ആ ട്രെയിനിൽ കമ്പാർട്ട്മെന്റിലുണ്ട്, വേറൊരു കമ്പാർട്ട്മെന്റ്. അപ്പോൾ ട്രെയിൻ ഇറങ്ങിയപ്പോൾ ഷാക്കിറിനെ കണ്ട സമയത്ത് നസീറും ഷാക്കിറും തമ്മിൽ സംസാരിക്കുന്നത്. അപ്പോഴാണ് ഈ പറഞ്ഞ മുഹമ്മദ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആള് ആരുമായി സംസാരിക്കുന്നുണ്ട്? ഷാക്കിറുമായി സംസാരിക്കുന്നുണ്ട്. ഷാക്കിർ അദ്ദേഹത്തോട് സംസാരിച്ചു. അപ്പോൾ നസീർ ചോദിച്ചു, ആരാ ഇയാള്? അതാരാ? അത് MI മുഹമ്മദ് അലി സുല്ലമി, മടവൂർ വിഭാഗത്തിന്റെ ജംഇയ്യത്തുൽ ഉലമയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, അദ്ദേഹമാണത്. അപ്പൊ അദ്ദേഹവും ഒരു കോളേജിന്റെ പ്രതിനിധിയായിട്ട് യോഗത്തിന് വരികയാണ്. അത് ഷാക്കിറിനെ കണ്ട് സംസാരിക്കണേ. പക്ഷെ ഷാക്കിറിനായിട്ട് ഇയാൾക്ക് ബന്ധമുള്ളത് അറിയില്ല. ഞാൻ ആ അനുഭവം എക്സിക്യൂട്ടീവിൽ പറഞ്ഞു. ഇങ്ങനെയുള്ള പണ്ഡിറ്റ് കളവ് പറയുന്ന ഇസ്ലാമിക ദഅവത്ത് പച്ചയായി നടത്തുമ്പോൾ ആ ദഅവത്തിനെ കോടാലി വെക്കാൻ കടന്നു വരികയും കളവ് പറയുകയും ചെയ്യുന്ന ഇത്തരം ആളുകളുമായിട്ടാണോ നമ്മൾ ലയിക്കുന്നത്? അല്പം വൈകാരികമായി തന്നെ ഞാൻ ആ യോഗത്തിൽ സംസാരിച്ചു. അപ്പോൾ
നൂർഷ സാഹിബ് എഴുന്നേറ്റ് പറഞ്ഞു, മൊത്തത്തിൽ എക്സിക്യൂട്ടീവിന് തോന്നി എന്ത് ഇങ്ങനത്തെ ആൾക്കാരായിട്ട് യോജിക്കാൻ പാടില്ല. അപ്പൊ ആ ഉണ്ടാക്കി കൊണ്ടുവന്ന അജണ്ട പൊളിയുന്നു എന്ന് വന്നപ്പോ നൂർഷ സാഹിബിന് ബേജാറ്. അപ്പൊ അദ്ദേഹം എണീറ്റിട്ട് പറഞ്ഞു, അഷ്റഫ് പറഞ്ഞത് വളരെ ഗൗരവമുള്ള കാര്യമാണ്, അവരെടുത്ത് തകരാറുണ്ടെങ്കിൽ അത് ശരി തന്നെയാണ്. പക്ഷെ നമ്മളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്താ? അവര് ഏറ്റവും വിഷമുള്ള ആൾക്കാർ നേരത്തെ പുറത്താക്കിയ 35 ആളുകളാണ്. ആ 35 ആളുകൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യൂല, ഇതിലേക്ക് പ്രവേശിപ്പിക്കൂല. അവരാദ്യഘട്ടത്തിൽ എടുക്കൂല, ഒരു വർഷം കഴിഞ്ഞിട്ടേ അവരെടുക്കുള്ളൂ, ബാക്കിയുള്ളവരെ നമ്മൾ ആദ്യം എടുക്കുള്ളൂ. അപ്പൊ TP പ്രസിഡന്റ് എഴുന്നേറ്റ് പറഞ്ഞു, ഇല്ല, അങ്ങനെ നമ്മൾ കരാറിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ അവര് തമ്മിൽ ഒരു അഭിപ്രായ ഭിന്നത അവിടെ വന്നു. അപ്പൊ നൂർഷ വീണ്ടും സൂചിപ്പിച്ചു, TP വീണ്ടും ആവർത്തിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ ഇരുന്നു. അവസാനം ചർച്ച ചെയ്ത് 7 അംഗ സമിതി തന്നെ ഇതിൽ തീരുമാനമെടുക്കട്ടെ എന്നും പറഞ്ഞ് എക്സിക്യൂട്ടീവ് പിരിഞ്ഞ് എല്ലാവരും ഇറങ്ങിപ്പോയപ്പോ നൂർഷ സാഹിബ് പ്രസീഡിയത്തിലേക്ക് നടന്നു ചെന്നു. ഞാൻ അദ്ദേഹത്തിന്റെ പിന്നിലുണ്ട്. TPയോട് വളരെ ശക്തമായി പറഞ്ഞു, TP 35 ആളുകൾ എടുക്കില്ല എന്ന് നമ്മൾ പറഞ്ഞതാണ്. TP പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ടില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി. ആ തർക്കത്തിൽ നൂർഷ സാഹിബ് തിരിഞ്ഞു നിന്ന് പറഞ്ഞു, എന്നാൽ ഇനി ഇത് നടക്കൂല. എന്ത് നടക്കൂല? ഇനി ലയനം നടക്കില്ല. അങ്ങനെയാണ് നൂർഷയും TPയും തമ്മിൽ ഈ വിഷയത്തിൽ തെറ്റുകയും പിന്നീട് നൂർഷയും സലഫിയെ രണ്ടാമതും ഘട്ടനയാക്കി. ആദ്യം അനുകൂലമാക്കിയ നൂർഷ പിന്നീട് എതിരാക്കി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം മുതലേ ഇത് നടക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരെ. കാരണം 2 ആദർശങ്ങൾ തമ്മിൽ യോജിക്കേണ്ട കാര്യമില്ലല്ലോ. അവിടുന്ന് ആര് മാറുകയാണെങ്കിൽ അവർക്ക് എപ്പോഴും മാറി വരാം, നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അല്ലാതെ രാഷ്ട്രീയ പാർട്ടികൾ ലയിക്കുന്ന മാതിരി ലയിക്കുന്നത് ശരിയല്ല എന്ന ആശയമാണ് നമുക്കൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പിന്നീട് പല സമയത്തും ഞങ്ങളുമായി ബന്ധപ്പെടുകയും ബഹുമാനായ AP-ക്കും TPക്കും എതിരായി സ്ക്വാഡ് വർക്കുകൾ നടത്തുകയും ആളുകളെ വിളിച്ചു പറയുകയും അങ്ങനെ 7 അംഗ സമിതിയിൽ ഭിന്നിപ്പ് വന്നു. അത് എവിടെ വരെ എത്തിയെന്നറിയോ? അവസാനം 2 കൂട്ടരും ഇറങ്ങി നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പർമാരെ സ്വാധീനിക്കാൻ വേണ്ടി വാഹനമെടുത്തു പോയി മടവൂരികളുമായി യോജിക്കാൻ വേണ്ടിയിട്ട്. ആലോചിച്ച് നോക്കണം. അത് ഞാൻ വെറുതെ പറയല്ല, എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. ഈ വിഷയം അവസാനം തീരുമാനമെടുക്കാൻ വേണ്ടി സംയുക്ത എക്സിക്യൂട്ടീവ് വിളിക്കാൻ തീരുമാനിച്ചു. 2010 നവംബറിൽ ജാമിയ സലഫിയയിൽ, പുളിക്കൽ ജാമിയ സലഫിയയിൽ ആ യോഗം തീരുമാനിക്കുന്നത് പോലെ ചെയ്യാമെന്നാണ് അവസാനം തീരുമാനിച്ചത്. അവസാന യോഗത്തിന്റെ തീയതി എത്തിയപ്പോ ഗ്രൗണ്ടിൽ നല്ല വർക്ക് നടക്കുക. ലയനത്തിന് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും. അനുകൂലമായിട്ട് AP-യും TP-യും അടങ്ങുന്ന ആളുകൾ ഇറങ്ങി എക്സിക്യൂട്ടീവ് അംഗങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു, വീടുകളിൽ പോയി കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രതികൂലമായി പ്രവർത്തിക്കാൻ വേണ്ടി സലഫിയും അതുപോലെ തന്നെ നൂർഷയും മറ്റൊരു ഭാഗത്തും പ്രവർത്തിക്കുന്നു. ഞങ്ങൾ നേരത്തെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഈ സമയത്താണ് എൻ്റെ ഒരു കയ്യിന് ഒരു തകരാറ് വന്നപ്പോൾ, ഡിസ്ലൊക്കേഷൻ വന്നപ്പോൾ ഒരു ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടി ഞാൻ കോട്ടക്കൽ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ യോഗത്തിൻ്റെ തലേ ദിവസമുണ്ട് ബഹുമാനായ AP തന്നെ എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ നിന്റെ അടുക്കലേക്ക് വരുന്നുണ്ട്, നീ എവിടെ കിടക്കണോ ചോദിച്ചു. അപ്പം ഞാൻ ഇന്ന സ്ഥലത്താണ്. അപ്പോൾ അവർ പറഞ്ഞൊരു 15 മിനിറ്റ് കഴിഞ്ഞേക്കിനെ അവിടെ എത്തി. അപ്പോൾ കോട്ടക്കൽ അവർ എത്തിയിട്ടുണ്ട്. അന്ന് മരിച്ചുപോയ ഐദി തങ്ങൾ അതുപോലെയുള്ള ആളുകളെയൊക്കെ കണ്ടുകാണ്ട് വരികയാണ്, കരുവള്ളിനെയൊക്കെ കണ്ടുകാണ്ട് വരികയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നു. ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ ചികിത്സയിൽ കിടക്കുന്ന സ്ഥലം ഒരു റിമോട്ടായ സ്ഥലമാണ്. അവിടേക്ക് വളരെ പ്രയാസപ്പെട്ട് തന്നെ അവർ വന്നത്. AP ഉണ്ട്, TP ഉണ്ട്, പാലത്ത് അബ്ദുറഹ്മാൻ മദനിയുണ്ട്. 3 പേരും എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നാളെ മീറ്റിംഗാണ്. ആ മീറ്റിങ്ങിൽ അവർ കരാർ പത്രങ്ങളൊക്കെ തന്നിട്ടുണ്ട്, മടവൂർ വിഭാഗം കരാർ പത്രം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് യോജിക്കാമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. നിന്റെ അഭിപ്രായം എന്താ? അപ്പോൾ നാളത്തെ യോഗത്തിൽ ഞങ്ങളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിന് എന്താ വില? ഞാൻ ISM-ന്റെ സെക്രട്ടറിയാണ്. അപ്പോൾ ഞാൻ പറയുന്ന അഭിപ്രായം ISM-ന്റെയും കൂടി ആവാനാണ്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല സർ, ഇത് യോജിക്കുക എന്ന് പറഞ്ഞാൽ 2 ആദർശങ്ങൾ തമ്മിൽ എങ്ങനെ യോജിക്കും? അവരിപ്പോഴും അവർ പറയുന്നത് പോലെ തന്നെയാണ്. പിന്നെ എങ്ങനെ നമുക്കാണെങ്കിൽ ഇപ്പോൾ ഒരു തകരാറ്? ഞാൻ അന്ന് പറഞ്ഞൊരു ഉദാഹരണം കൂടി എനിക്ക് ഓർമ്മയുണ്ട്. സർ, നമ്മുടെ കാലിൽ ഒരു മുറിവ് പറ്റിയാൽ ആ മുറിവ് ഉണങ്ങിപ്പോയി, എല്ലാ പ്രശ്നങ്ങളും തീർന്നു. പിന്നെ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഒരു കുഴപ്പമില്ലാത്ത ആ മുറിവ് ഒരു ബ്ലേഡ് വെച്ച് രണ്ടാമത് ഇങ്ങനെ വരഞ്ഞിട്ട് ആ തൊലി മാന്തി പൊളിച്ച് മുളക് തേച്ച് പുരട്ടിയാൽ എങ്ങനെയുണ്ട്? അതേ പണിയല്ലേ നമ്മൾ എടുക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ നമ്മളെ പ്രവർത്തനം കൊണ്ട് സജീവമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു കുഴപ്പവും നമുക്കില്ല. അവരാണെങ്കിൽ തളർന്ന് ക്ഷീണിച്ചില്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ശക്തിയുണ്ട്, പിന്നെന്താ പ്രശ്നം? അപ്പൊ TP പറഞ്ഞു, ശക്തി ഉണ്ടാവുമ്പോഴല്ലേ മാപ്പ് കൊടുക്കേണ്ടത്. അതല്ലേ പ്രവാചകന്റെ മാതൃക, മക്കം ഫത്തയിലേക്ക് മാതൃക അതല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, സർ, മക്കം ഫത്തയിലുള്ള അതല്ലല്ലോ സംഭവിച്ചത്. മക്കം ഫത്തയിൽ റസൂലുള്ളാഹിനെ നേരത്തെ ഉപദ്രവിച്ച ആൾക്കാർക്ക് മാപ്പ് കൊടുക്കുക ചെയ്ത്, അല്ലാതെ അവരെ ആദർശത്തിനനുസരിച്ച് ഇങ്ങോട്ട് വന്നോട്ടെ എന്ന് പറയുന്ന രീതി അല്ലല്ലോ അവിടെ ഉണ്ടായത് എന്ന് ഞാൻ വീണ്ടും സൂചിപ്പിക്കുകയുണ്ടായി.
അപ്പൊ അവര് കരാർ പത്രം കാണിച്ചു തന്നു. അവരെല്ലാം സമ്മതിച്ചിട്ടുണ്ട്. ഒരു ഉപാധി അവർക്കില്ലത് അവർ എഴുതി തന്ന കരാർ പത്രം. അവരെ മർക്കസ് ദേവയും ഈ 10 കൊല്ലത്തിൽ അവരുണ്ടാക്കിയ സ്ഥാപനങ്ങളൊക്കെ നമുക്ക് തരാനാ പറയുന്നത്. പിന്നെ ജമിയത്തിന്റെ അംഗീകരിക്കാമെന്നും പറയുന്നുണ്ട്. പിന്നെന്താ പ്രശ്നം? അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ അവർ എഴുതിയിട്ടുണ്ടെങ്കിലും അതിൽ കുതന്ത്രം ഉണ്ടാവും. ഇല്ല, വായിച്ചു നോക്കുന്ന പറഞ്ഞ രേഖ തന്നു. ഞാൻ ആ കത്ത് വായിച്ചപ്പോൾ 1-ാമത്തെ വരിയിൽ തന്നെ അപകടം ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്താ അപകടം? എന്തായാലും അപകടം, ഇവിടെ KNM യോജിച്ച് ഒന്നായി മാറുമ്പോൾ, ഈ അവർ പറഞ്ഞ നിബന്ധനകളനുസരിച്ച് ഒന്നായി മാറുമ്പോൾ ആ KNM-ന്റെ കീഴിലായിരിക്കും പള്ളികളും മദ്രസകളും മർക്കസ് ദേവിയും ഒക്കെ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയോ? അവർ പറയുന്നത് പോലെ 9 ആളെ അവരെടുത്ത് നേരത്തെ പറഞ്ഞ രീതിയിലൊക്കെ ഇത് ലയിച്ച് അങ്ങനെ വരുന്നൊരു എക്സിക്യൂട്ടീവ് ഉണ്ടാവും. അവരെ ഭാഷ്യപ്രകാരം KNM-ന്റെ ഒരു ചീന്ത അവരെ കയ്യിലും ഒരു ചീന്ത നമ്മളെ കയ്യിലുമാണ്. അത് രണ്ടും ലയിക്കുമ്പോൾ മാത്രമേ KNM ഉണ്ടാവുന്നുള്ളൂ. ആ KNM-ന്റെ കീഴിലാണ് എന്ത് വരിക? ഈ സ്ഥാപനമൊക്കെ വരിക. അപ്പൊ ഞാൻ പറഞ്ഞു, സർ, ഇതിൽ ഇങ്ങനെ ഒരു കളവുണ്ട്, ഒരു വഞ്ചനയുണ്ട്. 10 കൊല്ലം മുമ്പ് വളണ്ടിയർ കോറിലൂടെ അവർ നമ്മളെ വഞ്ചിച്ചിട്ട് ഇനി നിങ്ങൾക്കിത് മനസ്സിലായിട്ടില്ലേ എന്ന് ഞാൻ ചോദിച്ചു. പാലത്തത്ര മന്ത്രി പറഞ്ഞു, ശരിയാണ്, ഞാൻ അവരോട് അപ്പോഴും പറഞ്ഞുകൊണ്ട് അവർ ചതിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി. ആലോചിച്ച് നോക്കി നിങ്ങള്. ഞാനപ്പോ പറഞ്ഞു, നമ്മൾ സത്യത്തിന്റെ മാർഗത്തിലാണ്. ഇതിലേക്ക് ആർക്കും ഇങ്ങോട്ട് തിരിച്ചു വരാം. തിരിച്ചു വരുന്നതിന്റെ മാനദണ്ഡം ഖുർആൻ ആയത്തില്ലേ? നിങ്ങൾ ആദ്യം പശ്ചാത്തപിക്കണം, പിന്നെ അവർക്ക് അപർമ്മങ്ങൾ നന്നാക്കണം, അത് തുറന്ന് പറയും വേണം. ഒരു കൊല്ലം അവരോട് പ്രസംഗിക്കട്ടെ ഈ വിഷയങ്ങളൊക്കെ. അപ്പൊ ജനങ്ങൾ പറയില്ല അവരെടുക്കണം, അല്ലാതെ നമ്മൾ എടുക്കാൻ പാടില്ല എന്ന കാര്യം പറഞ്ഞു. നമ്മൾ സത്യത്തിന്റെ കക്ഷിയാണ്, ഫിർഖത്തുൻ നാജിയാണ്, തായിഫത്തു മൻസൂറയാണ്. അതനുസരിച്ച് മുന്നോട്ട് പോകുക. ആരും ഇതിലേക്ക് അത് മനസ്സിലാക്കി വരുന്നവരൊക്കെ നമുക്ക് സ്വീകരിക്കാം. പക്ഷെ രാഷ്ട്രീയ പാർട്ടികൾ ലയിക്കണവരെ ലയിക്കാൻ പാടില്ല. സത്യത്തിന്റെ കക്ഷി നമ്മളല്ലേ. അപ്പൊ TP പറഞ്ഞ വാചകം എന്റെ നെഞ്ചിലിടിച്ചു പോയി. അദ്ദേഹം പറയണം, അതിനെന്താ തെളിവ്? നാം സത്യത്തിന്റെ കക്ഷിയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാം, എന്താ അതിന് തെളിവ്? ഞാൻ പറഞ്ഞു, എനിക്ക് തെളിവ്, എനിക്ക് ഉറപ്പുണ്ട്, 100% ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. നമ്മൾ സത്യത്തിലാണ്. അതുകൊണ്ടാണ് ഇതിന് സമയം ചെലവഴിക്കുന്നത്, അതുകൊണ്ടാണ് ഇതിനു വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി, പറഞ്ഞ് പാളിപ്പോയി. അദ്ദേഹം പറഞ്ഞു, അല്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അപ്പൊ അദ്ദേഹം തിരിച്ചെടുക്കാൻ ശ്രമിച്ചു വാക്ക്. യഥാർത്ഥത്തിൽ അന്ന് അദ്ദേഹം വസ്തുതയാണ് പറഞ്ഞത് എന്ന് ഇന്നിതാ സുന്നികളോട് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നു. അതെ, 5 വർഷം മുമ്പ് തന്നെ മടവൂർ വിഭാഗത്തിന്റെ മനസ്സ് ഇന്നത്തെ TP അബ്ദുള്ള കോയ മദനിക്കുണ്ടായിരുന്നുവെന്ന് അദ്ദേഹം ഇന്നിതാ തുറന്നു പറഞ്ഞിരിക്കുന്നു. എന്നോട് പറഞ്ഞല്ലോ, നമ്മൾ പിഴച്ചു പോയിട്ടുണ്ട്, നമ്മൾ സത്യത്തിന്റെ കക്ഷിയാണ് എന്നതിന് തെളിവെന്താ എന്ന് ചോദിച്ച TP, ആ TPയുടെ മനസ്സിൽ അന്ന് തന്നെ ഉണ്ട് മടവൂരികൾ പറയുന്നതാണ് ശരിയെന്ന്. നോക്കി നിങ്ങൾ, സത്യധാര, ഈ സത്യധാരയിൽ അദ്ദേഹം ഒരു അഭിമുഖം കൊടുത്തിട്ടുണ്ട്. ആ അഭിമുഖത്തിൽ സുന്നികൾ ചോദിക്കുന്ന ഒരു ചോദ്യം. എന്താ ചോദ്യം എന്നറിയോ? അല്ല, മടവൂർ വിഭാഗം, ആ ചോദ്യം ഞാൻ വായിച്ചു കേൾപ്പിച്ചുതരാം. നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ചുകൊണ്ടുള്ള അഭിമുഖമാണ്. അതിൽ പറഞ്ഞിരിക്കുക എന്താണ്? അങ്ങനെയെങ്കിൽ 2007 ഇങ്ങനെ ജിന്നിനോട് സഹായാർത്ഥന നടത്തുന്ന ശിർക്കല്ലെന്ന വാദം പ്രസ്ഥാനത്തിനകത്തുനിന്ന് പുറത്തു വരുന്നത്. ഈ വാദം ശിർക്കാണെന്ന് അന്ന് തന്നെ മടവൂർ വിഭാഗം ആരോപിച്ചിരുന്നു. അപ്പോഴൊക്കെ അത് ശിർക്കല്ലെന്നും അള്ളാഹു നൽകിയ കഴിവിൽ നിന്ന് ചോദിക്കുന്ന കേവല സഹായാർത്ഥന മാത്രമാണെന്നും പറഞ്ഞ് ഔദ്യോഗിക KNM അതിനെ ന്യായീകരിക്കുകയും ലേഖനങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും ആ നിലയ്ക്ക് വിശദീകരിക്കുകയുമായിരുന്നു. ഇങ്ങനെ 5 വർഷത്തോളം ന്യായീകരിച്ച് നടന്ന വിഷയം പിന്നീട് ശിർക്കാണെന്ന് പറയുന്നതിൽ വൈരുദ്ധ്യമില്ലേ? ശിർക്ക് തിരിച്ചറിയാൻ എന്തുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഇത്രയും വൈകിയത്? ഈ ചോദ്യത്തിൽ കുറെ കുതന്ത്രങ്ങൾ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും അദ്ദേഹം ബാധകാക്കാതെ മറുപടി എന്താ പറയുന്നതെന്ന് അറിയോ? എന്താ നോക്കിങ്ങള്, ഈ ചോദ്യം ഏതായാലും എനിക്ക് ബാധകമല്ല. കാരണം ഞാനൊക്കെ അന്ന് തന്നെ അത് ശിർക്കാണെന്ന് പറഞ്ഞതാണ്. ഞാൻ അന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് മടവൂരിയോട് പറയുന്നത് ശരിയാണ്. അതുകൊണ്ട് ആ ചോദ്യം എനിക്ക് ബാധകമല്ല. ഇനി ആർക്കെങ്കിലും, സാധാരണക്കാർക്ക് ആർക്കെങ്കിലും തെളിവ് വേണമെങ്കിൽ ഈ സത്യധാരയിൽ അദ്ദേഹം തന്നെ കൊടുത്താണ്. ഇതുവരെ ഇതിനെ നിഷേധിച്ചിട്ടില്ല. സഹോദരങ്ങൾ ആലോചിച്ച് നോക്കി. അതുകൊണ്ട് ഇത് അയാളെ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളതുകൊണ്ടാണ് എന്നോട് എന്ത് പറഞ്ഞത്, എന്താ നമ്മൾ സത്യത്തിന്റെ കക്ഷി എന്നുള്ള കാര്യം ഉറപ്പ്. അതുകൊണ്ട് ഞാൻ ആ കാര്യം ഉറപ്പ് പറഞ്ഞു. എനിക്കുറപ്പുണ്ട് സർ, അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തിൽ ഇങ്ങനെ നിൽക്കാനുള്ള കാരണം എന്ന് തുറന്ന് പറയുകയുണ്ടായി. സുഹൃത്തുക്കളെ, അപ്പൊ ഞാൻ സൂചിപ്പിച്ചു വന്നത്, ഈ ഒരു സംഗതിക്ക് ശേഷം പിറ്റേ ദിവസമാണ് യോഗം നടക്കുന്നത്. അപ്പൊ ആ സംസാരം കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം അവസാനം ഞാൻ പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അഭിപ്രായം, നമ്മൾ അന്ന് പിരിഞ്ഞത് ഇന്ന കാരണങ്ങളാലാണ്. ആ കാരണം അനുസരിച്ച് ഇപ്പോഴും അവർ അതനുസരിച്ച് തന്നെ പോണത്. അത് തിരുത്തുന്നവർക്ക് ഓരോരുത്തർക്ക് വരാം. അല്ലാതെ രാഷ്ട്രീയ പാർട്ടികൾ ലയിക്കുന്നത് പോലെ ലയിക്കുന്നത് നമ്മൾ 10 വർഷം മുമ്പ് പറഞ്ഞതിന് എതിരാണ്. അത് ശരിയല്ല, അത് പുതിയ പ്രശ്നങ്ങൾ നമുക്കിടയിൽ ഉണ്ടാക്കും എന്ന് പറഞ്ഞപ്പോൾ AP പറഞ്ഞു, ശരി, അവൻ്റെ അഭിപ്രായം പറഞ്ഞു.
നമ്മളെ അഭിപ്രായം പറഞ്ഞു. ഇനി നാളെ യോഗം നടക്കട്ടെ, യോഗത്തിൽ ഹൈറായത് സംഭവിക്കട്ടെ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു ശരി, അത് സംഭവിക്കട്ടെ, അതിന് ഞാനും പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞു. അങ്ങനെയാണ് അവിടുന്ന് അവർ ഇറങ്ങുന്നത്. പിറ്റേ ദിവസം യോഗത്തിൽ ഞങ്ങൾ പങ്കെടുത്തു. പക്ഷെ KNMന്റെ തന്നെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഒരുപാട് ആളുകൾ ശക്തമായി അതിനെ എതിർത്തു. അങ്ങനെ അവസാനം ആ ലയനം മുടങ്ങിപ്പോയി, നടക്കാതെ പോയി. ഇങ്ങനെ ഒരു ലയനം മുടങ്ങിപ്പോയി. അത് മുടങ്ങിയപ്പോൾ പിന്നെ ഇത് തട്ടിക്കൂട്ടാൻ വേണ്ടി എങ്ങനെ യോജിക്കാൻ പറ്റും? അതിന് മാർഗമില്ല. പിന്നീട് ആലോചിച്ച രൂപമാണ് എന്ത്? 5/6/2011 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ നേതൃത്വം ശരിക്കും ഉറപ്പിച്ചു നിർത്തി ഇത്തരം ചിന്താഗതിയുള്ള ആളുകളെ താഴെ തട്ട് മുതൽ തന്നെ ഒഴിവാക്കി യോജിക്കാൻ പറ്റുന്ന ഒരു സംഘടനാ സംവിധാനം ഉണ്ടാക്കണം എന്നുള്ള നിലക്കാണ് 5/6/2011 CD ടവറിൽ ഗ്രൂപ്പ് യോഗം നടക്കുന്നത്. ഈ സമയമായപ്പോഴേക്കും അബ്ദുറഹ്മാൻ സലഫിയും നൂർഷയും വീണ്ടും അങ്ങോട്ട് തന്നെ, വീണ്ടും എന്ന് പറഞ്ഞാൽ ഈ മാറ്റർ കഴിഞ്ഞ ശേഷം വീണ്ടും അവർ ഒരുമിച്ചുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ പിന്നെ മുന്നോട്ട് പോകുന്നത്. പിന്നെ അബ്ദുറഹ്മാൻ സലഫി ഇതിന് മുന്നിൽ നിന്നുകൊണ്ട് നായകത്വം വഹിക്കുകയാണ്. ഈ ഗ്രൂപ്പ് യോഗത്തിന് അദ്ദേഹമാണ് നേതൃത്വം കൊടുക്കുന്നത്. അതിൽ ഗ്രൂപ്പ് യോഗത്തിൽ പങ്കെടുത്തത് നൂർ മുഹമ്മദ് നൂർഷയും അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ സലഫി, പാലത്ത് അബ്ദുറഹ്മാൻ മദനി, അതുപോലെ KV അബ്ദുൽ ലത്തീഫ് മൗലവി, ഡോക്ടർ മുഹമ്മദ് കുഞ്ഞി, പ്രൊഫസർ അബ്ദു, ഹനീഫ് കായക്കൊടി, അനസ് മുസ്ലിയാർ പോലെയുള്ള ആളുകളൊക്കെ ഇപ്പോൾ ആ രംഗത്ത് പ്രസംഗിക്കുന്ന ആൾക്കാർ മിക്കവാറും ആളുകൾ അന്നാ ഗ്രൂപ്പ് യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ വെച്ചിട്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞ വർത്താനം എന്ത് പറയുന്നത്, അദ്ദേഹത്തിന് സക്കരിയ സ്വലായിക്ക് ജിന്നിനോട് തേടാന്നുള്ള വാദം സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഉണ്ട് എന്ന് പറയാൻ പറ്റൂല, ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. നമ്മളത് മൊത്തത്തിലാണ് പറയാൻ നല്ലത്. അതിൻ്റെ ക്ലിപ്പുകളൊന്ന് കേൾക്കണം. ആ ഓഡിയോ CD ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്, ആലോചിച്ച് നോക്കി നിങ്ങൾ. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ സംഭവം എന്ത് ചെയ്തു. KKP അബ്ദുള്ള എന്ന് പറയുന്ന ഒരു കണ്ണൂർക്കാരുണ്ട്. അവൻ ISMന്റെ ഒരു എക്സിക്യൂട്ടീവിലുള്ള ആളാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ISMന്റെ ആളല്ലേ, നിങ്ങളല്ലേ അവനെ കൊണ്ടുനടക്കണത്. ആ ഏതൊരാളെയും നമ്മൾ തിരഞ്ഞെടുക്കും, അവരെ ഉള്ളു ചൂഴ്ന്നു നോക്കാൻ നമുക്കറിയില്ല. തകരാറ് കണ്ടാൽ നമ്മൾ ഒഴിവാക്കും. തകരാറ് കണ്ടപ്പോൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ KNMന്റെ പല ആൾക്കാർ ഒഴിവാക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് ഒഴിവാക്കിയിട്ടില്ല എന്ന് മാത്രം, ഒഴിവാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രം. അപ്പോൾ അദ്ദേഹത്തെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു, ഇനി KJU ഒരു തീരുമാനം എടുക്കണം, KJU തീരുമാനം എടുക്കണം, അതുപോലെ തന്നെ KNMും തീരുമാനം എടുക്കണം. എന്ത്, ഇത്ര ആൾക്കാരെ പുറത്താക്കാൻ വേണ്ടിയിട്ട്. പുറത്താക്കണമെങ്കിൽ എന്തുവാണ്, KJUവിലെ പണ്ഡിതന്മാർക്ക് ഈ വിഷയത്തിൽ ഒരു ധാരണ കൊടുക്കണം. എന്ത്, ജിന്നിനോട് പ്രാർത്ഥിക്കാൻ സഹായം തേടാന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്, മന്ത്രവാദം നടത്തുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്, അതിക്ക് പോയ ആൾക്കാരുണ്ട് എന്ന് പണ്ഡിതന്മാരെ തെറ്റിദ്ധരിപ്പിക്കണം. അതിനുവേണ്ടി മടവൂർ വിഭാഗം നേരത്തെ ഉണ്ടാക്കിയ ക്ലിപ്പുകൾ ഉണ്ടായിരുന്നു. അതിനൊക്കെ നമ്മൾ മറുപടി പറഞ്ഞതാണ്. ഈ അനസ് മൗലവി അടക്കം മറുപടി പറഞ്ഞതാണ്. അതേ സാധനം എന്ത് ചെയ്തു, അവരിൽ നിന്ന് ഈ KKP അബ്ദുള്ള വാങ്ങി ഒരു അരമണിക്കൂറുള്ള CD ആക്കി മാറ്റി. എന്നിട്ട് അത് നമ്മുടെ ജമിയത്തുലമയിലെ 50ഓളം പണ്ഡിതന്മാരുടെ വീട്ടിലും ഓഫീസിലുമായി കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു, ലാപ്ടോപ്പിലിട്ട് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഈ KKP അബ്ദുള്ള പോയിങ്ങാണ്ട് ഏപ്പിൻ്റെ അടുത്തും ടീപ്പിൻ്റെ അടുത്തും അതിൻ്റെ അടുത്തും പോയിങ്ങാണ്ട് ഇതാ ഞാനൊരു കാസറ്റ് കാണിക്കാൻ വന്നാണെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കൂല. കാരണം ഇവർക്ക് പരിചയം ഉണ്ടാവില്ല. അപ്പോൾ അവിടെ അതിന് സഹായിയായി നിന്ന് കൊടുത്തത് അബ്ദുറഹ്മാൻ സലഫിയാണ്. അദ്ദേഹം എന്ത് ചെയ്യും, മദനിന്റെ വീട്ടിലേക്ക് KKP അബ്ദുള്ള പോകുമ്പോൾ മദനിനെ വിളിച്ചിട്ട് പറയും, KKP അബ്ദുള്ള എന്ന് പറയുന്ന ഒരാൾ നിങ്ങളെ വീട്ടിലേക്ക് വരുന്നുണ്ട്, നിങ്ങളെ കാണാൻ വരുന്നുണ്ട്, അയാൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയും, കാണിച്ചു തരും, അതൊന്ന് കാണണം. അപ്പം ആരെ ബഹുമാനിച്ചിട്ടാ പിന്നെ ഈ KKP അബ്ദുള്ളക്ക് മദനി വാതിൽ തുറന്നു കൊടുക്കുക? അബ്ദുറഹ്മാൻ സലഫിനെ ബഹുമാനിച്ചിട്ടാണ്. കാരണം അയാൾ വിളിച്ചു പറഞ്ഞിട്ടല്ലേ. അങ്ങനെ 50ഓളം പണ്ഡിതന്മാർക്ക് ഈ ക്ലിപ്പ് കാണിച്ചു കൊടുത്തു. ആ ക്ലിപ്പിൽ എന്താ ഉള്ളത്, സന്ദർഭത്തിൽ നടത്തിയെടുത്ത മടവൂരികൾ കൊണ്ടുനടന്നിരുന്ന സാധനം. ഇതിൻ്റെ മറുവശം എന്താണെന്ന് മനസ്സിലാക്കാനും അതിനുള്ള ഒരു സമയവും കാര്യവും നമ്മളെ പല ആളുകളും കാണിച്ചില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സക്കരിയ സ്വലായി പേശിട്ടുണ്ട് എന്നുള്ളൊരു തോന്നൽ എന്ത് ചെയ്തു 50ഓളം പണ്ഡിതന്മാർക്ക് ഉണ്ടായി. നിങ്ങൾ ആലോചിക്കണം വിഷയം. പിന്നെ ഇയാളൊരു പുസ്തകം ഇറക്കി, അന്ധവിശ്വാസത്തിലേക്ക് ഒരു പിൻവിളി എന്നുള്ളൊരു പുസ്തകം. ആ പുസ്തകം KNM കൗൺസിലർമാർക്കും അയച്ചു കൊടുത്തു, ഈ പണ്ഡിതന്മാർക്കും കൊടുത്തു. ഈ പുസ്തകം മടവൂർ വിഭാഗത്തിൻ്റെ സമ്മേളന വേദിയിൽ വെച്ചുകൊണ്ടാണ് പ്രകാശനം നടത്തുന്നത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇന്ന് ഈ KKP അബ്ദുള്ള മടവൂർ വിഭാഗത്തിൻ്റെ പ്രഭാഷകനുമാണ്. ആലോചിച്ച് നോക്കണം. അപ്പോൾ ബന്ധം നോക്കി നിങ്ങൾ. ഇയാൾക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? അബ്ദുറഹ്മാൻ സലഫിയാണ്. അപ്പോൾ ഈ ബന്ധം നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇങ്ങനെയാണ് ഈ സംഘടനയുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു രഹസ്യ പ്രവർത്തനം നടത്തി ഒരു തെറ്റിദ്ധാരണ പടർത്തി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പണ്ഡിതന്മാരെ KJനൊക്കെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുമോ? അതൊക്കെ ഇപ്പോൾ മനസ്സിലേക്കാണ് വിശ്വസിക്കാൻ പറ്റണില്ല. എന്നാൽ നിങ്ങൾക്ക് വിശ്വസിക്കുക, അപ്പോൾ ഒരു തെളിവ് പടച്ചോൻ കൊണ്ടുവന്നിട്ടുണ്ട്. പടച്ചോൻ ഓരോ തെളിവുകൾ ഇങ്ങനെ കൊണ്ടുവരിക. KJവിൻ്റെ പ്രസിഡന്റ് ആരാ? അറിയാത്ത പോലെ അറിയണം, TK മുഹിയുദ്ദീൻ ഉമരിയാണ്. ഈ കോലാഹലമൊക്കെ 4-5 മാസമായല്ലോ ഇപ്പോൾ ഇവിടെ മറുപടിയായിട്ട് നടക്കുന്നത്. KJU ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, അത് അംഗീകരിക്കാത്ത പോലെയാണ് പുറത്താക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് പുറത്താക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവർ സംഘടിപ്പിക്കുന്ന ഇൻസൈറ്റ് എക്സിബിഷൻ ഉണ്ട്. ഇപ്പോൾ ഇവിടെ കരുനാഗപ്പള്ളി നടന്നു, പല സ്ഥലത്തും നടന്നു. അത് കോട്ടക്കലിൽ വെച്ച് നടക്കുക. അത് നടക്കുമ്പോൾ TK മുഹിയുദ്ദീൻ ഉമരി KJUവിൻ്റെ പ്രസിഡന്റിൻ്റെ മകൻ അത് കാണാൻ വേണ്ടിങ്ങാണ്ട് കോട്ടക്കൽ വരുമ്പോൾ
വാപ്പ പറഞ്ഞു ഞാനും ഉണ്ട്. അപ്പോൾ മകൻ പറഞ്ഞു അത് ഞങ്ങളെ പരിപാടിയാണ്, നിങ്ങൾ KCFന്റെ പ്രസിഡന്റ് അല്ലേ. അത് അപ്പം അദ്ദേഹം പറഞ്ഞു ഖുർആന്റെ എക്സിബിഷൻ അല്ല, അതിനൊന്നും കുഴപ്പമില്ല. ആലോചിക്കണം, കൊല്ലം ജില്ലക്കാരോട് ഇരിക്കുന്നുണ്ട്. കൊല്ലത്ത് ഇൻസൈറ്റ് നടന്നപ്പോ കോർട്ട് പോയി ഇൻസൈറ്റ് എന്നുള്ള പേര് ഉപയോഗിക്കാൻ പാടില്ല എന്ന് കേസ് കൊടുത്ത് 10,40,000 രൂപ ചെലവാക്കിയതാണ്. അങ്ങനെ പിന്നാലെ കൂടുന്ന വിഷയ. അതൊന്നും ഈ ആൾക്കറിയില്ല. എന്നിട്ട് അദ്ദേഹം അവിടെ എന്ത് ചെയ്തു, വന്നു എന്ന് മാത്രമല്ല വേദിയിൽ കയറിയിരുന്നു. പത്രത്തിൽ ആ വാർത്ത വന്നു, പടം വന്നു. ഇതിന് ആളുകളൊക്കെ മെസ്സേജായിട്ട് പല സ്ഥലത്തും അറിഞ്ഞു. അപ്പൊ അന്ന് കടപ്പുറത്ത് ഇവരെ പരിപാടി നടക്കുന്നുണ്ട്. അവർക്ക് ഭയങ്കര ബേജാറായി. ഇത് ആൾക്കാരറിഞ്ഞ മോശമല്ലേ, കാരണം ഇനി ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റിനെ നടപടി എടുക്കേണ്ടി വരും, ഇതിന് പോയിന് ഭയങ്കര പ്രശ്നമല്ലേ. അപ്പൊ എന്ത് ചെയ്തു, ആളെ വിട്ട് പെട്ടെന്ന് ഇദ്ദേഹത്തെ അങ്ങോട്ട് കൊണ്ടുപോയി. എന്നിട്ട് അവിടെ ഇരുത്തിയിട്ട് നിങ്ങൾ ആ ക്ലിപ്പ് കണ്ടാൽ മനസ്സിലാവും, ചുറ്റോറോ ആൾക്കാർ നിന്നിട്ട് ഇദ്ദേഹത്തിനെ കൊണ്ട് ഓരോന്നും ഇങ്ങനെ പറയിപ്പിക്കുക. സക്കരിയ സലാഹി പേച്ച് പോയിട്ട് പറയിപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞ് മുഴുവനാകാത്തത് ബാക്കി അദ്ദേഹത്തിന് പറയാനുള്ളത് കാരണം അബ്ദുറഹ്മാൻ സലഫി പിന്നെ വായിക്കണേ, അദ്ദേഹത്തിന്റെ ബാക്കി വായിക്കണേ. നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ അവിടെ പറയണെന്ത്, KJയുടെ പണ്ഡിതൻ ഇവിടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. അതിന് മനസ്സിലായില്ലേ, ഇതുവരെ KJയുടെ പണ്ഡിതൻ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. പ്രസിഡന്റ് ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല, അവിടുന്ന് വ്യക്തമാക്കണത്. അപ്പൊ പ്രസിഡന്റ് പോലും അറിയാതെയാണ് എന്ത് ചെയ്യുന്നത്, ഈ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. പിന്നെ മാത്രമല്ല പറയാണ്, തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടുപോയത് മകനെ. യഥാർത്ഥത്തിൽ മകൻ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുപോയതൊന്നല്ല, പക്ഷേ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുപോയതാണ്. അപ്പൊ അങ്ങനെ പോയി, അത് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ്, അങ്ങനെ തെറ്റിദ്ധാരണയിൽ വീണ ആളാണ് എന്നാണ് സലഫി അദ്ദേഹത്തെ പറ്റി പറയുന്നത്. അപ്പൊ അങ്ങനെ ഈ സാധുക്കളായ പണ്ഡിതന്മാരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങനെയുള്ള ക്ലിപ്പുകളൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു തീരുമാനമാണ് യഥാർത്ഥത്തിൽ ഇത് എന്നതിൻ്റെ തെളിവാണ് ഈ കാണുന്ന സംഗതികൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ഇവിടെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, സുന്നികളും ജമാഅത്തേരുമിലൊക്കെ അതിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോഴും അവരെ രാഷ്ട്രീയ ഭാഷ രൂപത്തിൽ ലയിക്കാൻ വേണ്ടി നമ്മളാരും പിന്നാലെ നടന്നിട്ടില്ല, ഇങ്ങോട്ടും ഒരു വന്നിട്ടുമില്ല. എന്നാൽ ഇതെന്ത് സംഭവിച്ചു, ഇപ്പം അവരെ തന്നെ തിരിച്ചു വിളിക്കാനും അങ്ങനെ മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമം നമ്മുടെ നേതൃതലത്തിൽ നിന്ന് തന്നെ ഉണ്ടായി. അതിന് പറ്റില്ല എന്ന് പറയുന്ന യഥാർത്ഥ സലഫിയത്തിനെ ഇഷ്ടപ്പെടുന്ന ശരിയായ സലഫി മാർഗത്തിലൂടെ സ്വഹീഹായ ഹദീസുകൾ, മുത്തഫക്കുൻ അലൈഹിയായ ഹദീസുകൾ മുഴുവനും അംഗീകരിക്കണം, അത് ജീവിതത്തിൽ പകർത്തണം എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ആളുകളെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ഒഴിവാക്കാൻ ചില ഗൂഢമായ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. അതാണ് ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഇവിടെ ISMനെയും MSMനെയും ഒക്കെ പിരിച്ചുവിട്ട വിഷയങ്ങളൊക്കെ നോക്കിയാൽ തന്നെ ഈ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഒരു കുറ്റവും ഞങ്ങളാരും ചെയ്തിട്ടില്ല, ഒരു കുറ്റവും ഞങ്ങളാരും ചെയ്തിട്ടില്ല. അതിന് കാരണം എന്താ അറിയാം, തെളിവ് ഒരുപാട് തെളിവുകൾ. ഒരു പ്രധാന തെളിവാണെന്ത്, ഞങ്ങൾക്കൊരു കുറ്റപത്രവും തന്നിട്ടില്ല. കുറ്റം ചെയ്തിക്കണമെങ്കിൽ കുറ്റപത്രം തരൂലേ അല്ലേ? കുറ്റപത്രം തന്നാലൊക്കെ കുറ്റാണ് നല്ല പറഞ്ഞതിനർത്ഥം. പക്ഷെ എന്നാലും തരൂലേ? ഒരു കുറ്റപത്രം തരാൻ പോലുമുള്ള, അതിലെഴുതാൻ പോലുമുള്ള വരികൾ പോലും ഞങ്ങളെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളെ പുറത്താക്കി എന്ന് അറിയുന്നത് എവിടുന്നാണ് അറിയോ? മാധ്യമം പത്രത്തിൽ നിന്നാണ്. അല്ലാതെ ഒരു 50 പൈസന്റെ അല്ലെങ്കിൽ 75 പൈസന്റെ കാർഡിലോ കത്തിലോ പോലും ഇതാ നിങ്ങൾക്ക് ഇന്ന തകരാറുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഹാജരാകണം, എന്നിട്ട് വിശദീകരണം പറയണം എന്ന് പറഞ്ഞിട്ടില്ല. മുമ്പ് മടവൂർ വിഭാഗത്തിന്റെ ISMന്റെ നടപടി എടുത്ത സമയത്ത് 35 ആൾക്ക് നടപടി എടുത്തപ്പോൾ അന്വേഷണ കമ്മീഷൻ വെച്ചു, പല പ്രാവശ്യം വിളിച്ചു, മറുപടി വാങ്ങി, രേഖാമൂലം എല്ലാ സ്റ്റെപ്പും പൂർത്തീകരിച്ചിട്ടല്ലേ ചെയ്ത്. അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ അറിയുന്നത് തന്നെ നിങ്ങളൊക്കെ അറിയണ മാതിരി പത്രത്തിൽ നിന്നാണ്. അപ്പോൾ ഞങ്ങൾ ആരും ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നുള്ളത് ആ വിഷയത്തിൽ തന്നെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ പിന്നെ ISMനെയും MSMനെയും സംബന്ധിച്ചിടത്തോളം അത് ഭരണഘടനാപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ബോഡിയാണ്. ഏകകണ്ഠമായിട്ടാണ് ഇതിനെ തെരഞ്ഞെടുപ്പ് ISMനി നടന്നിട്ടുള്ളത്, MSMനി നടന്നത്. ഒരു കുട്ടി പോലും അതിന് എതിർപ്പ് പറഞ്ഞിട്ടില്ല. ഒരൊറ്റ പാനലാണ് ISMന്റെ തെരഞ്ഞെടുപ്പിൽ വന്നത്. 15 മിനിറ്റ് സമയം കൊടുത്തു. ഇനി ആർക്കെങ്കിലും പാനൽ കൊണ്ടുവരാനുണ്ടോ? ആരും പാനൽ കൊണ്ടുവന്നില്ല. ഏകകണ്ഠമായി തക്ബീർ ചൊല്ലിക്കൊണ്ട് ആ കൗൺസിൽ അത് അംഗീകരിച്ചു. അങ്ങനെ വന്നൊരു കമ്മിറ്റിയാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ആ ISMന്റെ കൗൺസിൽ കൂടിയിട്ട് ഞങ്ങൾ ആരും പുറത്താക്കിയിട്ടില്ല. അപ്പോൾ ISM ഭരണഘടന വെച്ചെങ്ങാണ്ട് ഇത് പുറത്താക്കിയിട്ടില്ല. ഇനി KNM ഭരണഘടന വെച്ചാണ് പുറത്താക്കേണ്ടതെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ കുറേ പാലിക്കേണ്ടതുണ്ട്. ഒരു കത്ത് പോലും ഞങ്ങൾക്ക് തന്നിട്ടില്ല. അപ്പോൾ ആ ഭരണഘടന വെച്ചെടുത്ത തീരുമാനവും ഭരണഘടനാ വിധേയമല്ല. പിന്നെ അതിനുശേഷം ഉള്ള കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പത്രത്തിൽ നിന്നും ഒക്കെ അറിയുന്നു, KNMന്റെ കൗൺസിലർമാർ തന്നെ KNMന്റെ കൗൺസിലിന് എതിരിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അതിൽ വിധി വന്നിട്ടുണ്ട്. ആ വിധി പ്രകാരം ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റായ TP അബ്ദുള്ള കോയ മദനിക്ക് സംസ്ഥാന കൗൺസിലിൽ പ്രവേശിക്കാൻ പാടില്ല എന്നാണ്.
ISMനെ സംബന്ധിച്ചിടത്തോളം അതിനെ പിരിച്ചുവിട്ടു എന്ന് പറയുന്നത് ISM ഭരണഘടന അനുസരിച്ചും ശരിയല്ല, KNM ഭരണഘടന അനുസരിച്ചും ശരിയല്ല. അതോടൊപ്പം തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ ആ നടപടി എടുത്തു എന്ന് പറയുന്ന ആ കമ്മിറ്റി തന്നെ ഇൻവാലിഡായി തെരഞ്ഞെടുക്കപ്പെട്ടതാണ് എന്ന് കോടതി വിധി നിലനിൽക്കുകയാണ്. ആ വിധിക്കെതിരിൽ അവർ ചില തെരഞ്ഞെടുപ്പുകൾ നടത്തിയില്ല. ഒരു വിധി കോടതിയിൽ നിന്ന് വന്നാൽ ഒന്നുകിൽ വിധി അംഗീകരിക്കുക അല്ലെങ്കിൽ എതിർക്കുക, രണ്ടിലൊന്നേ ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താ അറിയോ? അപ്പീല് പോയി. എന്താ അതിൻ്റെ അർത്ഥം? ഞങ്ങൾ നേരത്തെ തെരഞ്ഞെടുത്തത് ശരിയാണ്, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അപ്പീല് പോയി. ഉടനെ തന്നെ തെരഞ്ഞെടുപ്പും നടത്തി. അതിൻ്റെ അർത്ഥം എന്താ? നേരത്തെ തെരഞ്ഞെടുത്തത് ശരിയല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്തിയത്. ഈ രണ്ട് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അത് ഇനി കോടതിൻ്റെ മുമ്പിൽ ചെന്ന് കോടതി അംഗീകരിക്കുകയാണെങ്കിൽ മാത്രമേ ഇത് നിലവിൽ വരുള്ളൂ. ഇപ്പം ആ വിധി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ KNMന്റെ എക്സിക്യൂട്ടീവ് തന്നെ ഇപ്പോൾ ഭരണഘടനയ്ക്ക് വിധേയമല്ലാത്ത രീതിയിലാണുള്ളത്. അതുകൊണ്ട് എടുത്തിരിക്കുന്ന നടപടിക്രമങ്ങളൊക്കെ ഇപ്പോൾ അസാധുവായിരിക്കുകയാണ്. അതുകൊണ്ട് ഓരോരുത്തരും, ഞാൻ ISMന്റെ പ്രസിഡന്റാണ്, അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, നേരത്തെ മുബാറക് സാഹിബ് സംസാരിച്ച അദ്ദേഹം KJUവിൻ്റെ ആളാണ്, ദക്രിയ സ്വലാഹിദിൻ്റെ ആളാണ്, എല്ലാവരും KNMന്റെ ISMന്റെ ഒക്കെ ആളുകൾ തന്നെയാണ്. നേരെ മുന്നോട്ട് പോകുന്നു. അത് കോടതിയുടെ വിധി വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ആ കാര്യങ്ങൾ മുന്നോട്ട് പോകും. അപ്പോൾ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ചില ആൾക്കാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ആ കുതന്ത്രങ്ങൾ അള്ളാന്റെ തൗഫീഖോടുകൂടി പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് നിയമപരമായും പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു, ആശയപരമായും പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു, കളവുകൾ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി ശക്തമായി ദഅ്വാ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രം മതി. ഇവിടെ ISMനെയും MSMനെയും തമ്മിൽ തെറ്റിക്കുന്നതിന് വേണ്ടി, ISMൽ തന്നെ വിഭാഗീയത ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ ഇവിടെ നടന്നു പോയിട്ടുണ്ട്. അതിൻ്റെ സമയം അനുവദിക്കാത്തത് കൊണ്ട് എനിക്ക് പറയാൻ ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് ഞാനത് ആ ഭാഗത്തേക്ക് കടന്നു പോകുന്നില്ല. ഏതായിരുന്നാലും ISMനെയും MSMനെയും ISMന്റെ ഇടയിൽ തന്നെ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി 2012 സെപ്റ്റംബർ 24 ജാമിയ നദിവയിൽ ഗ്രൂപ്പ് യോഗം നടന്നു. അഹമ്മദ് അനസ് മൗലവി അതിൽ പങ്കെടുത്തിട്ടുണ്ട്. 2012 സെപ്റ്റംബർ 30 ജാമിയയിൽ വീണ്ടും ഗ്രൂപ്പ് യോഗം നടന്നു. അതിൽ അബ്ദുറഹ്മാൻ സലഫി പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ ISMന്റെ കൗൺസിലിൽ ബഹളമുണ്ടാക്കണം, കുഴപ്പമുണ്ടാക്കണം എന്ന രീതിയിൽ അതിന് ആസൂത്രണം ചെയ്യാൻ അദ്ദേഹം തന്നെ നേതൃത്വം കൊടുക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ISMകാരെ തമ്മിൽ തെറ്റിപ്പിക്കുവാനുള്ള പരിശ്രമങ്ങൾ വരെ ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഞങ്ങൾ ആരോടും ആ സമയത്ത് പറഞ്ഞിട്ടില്ല. ഇപ്പം പറയാൻ കാരണം എന്താ അറിയോ? പല ആരോപണങ്ങളും അവർ ഉതിർത്തു വിടുന്നത് കൊണ്ട് മാത്രമാണ് ആ കാര്യങ്ങൾ സൂചിപ്പിക്കാൻ. ഒരു കാര്യം ഉറപ്പ്, ISMന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു മോശമായ ഇടപെടലോ കാര്യങ്ങളോ ഞാൻ നടത്തി അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും നടത്തി ആർക്കും തെളിയിക്കാൻ കഴിയില്ല. ഇപ്പം ചില ആൾക്കാർ പറയുന്നുണ്ട് ഓക്കെ നോട്ട് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് വേർതിരിച്ച് ഞാൻ അങ്ങനെ എഴുതിപ്പോയിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പ് പറയാം, എൻ്റെ കൈ കൊണ്ട് ഞാൻ ആ കാര്യം നിർവഹിച്ചിട്ടില്ല. നിങ്ങൾക്ക് എവിടെയും അത് തെളിയിക്കാൻ കഴിയില്ല. ഇനി നിങ്ങൾ ആ പറഞ്ഞു നടക്കണ ആ ഒരു കോപ്പി നിങ്ങൾ കൊണ്ടുവന്ന് കാണിച്ചു തരും. ഓഫീസിൽ നിന്ന് ഒരു കടലാസ് കിട്ടിയെന്നാ, ഓഫീസിൽ എന്തൊക്കെ കടലാസുകൾ ഉണ്ടാവും, ആ കിട്ടിയ കടലാസ് എന്താണെന്ന് ഞങ്ങൾ കാണിച്ചു തന്നാൽ അതിൽ എഴുതിയ കാര്യം പരിശോധിച്ചിട്ട് എന്താണെന്നുള്ള വിഷയം, അതെന്താണ് എഴുതിയത്, ആരാണ് എഴുതിയത്, ഞങ്ങൾ എഴുതിയതാണോ എന്ന് പറയാൻ പറ്റും. ഒരു കാര്യം ഉറപ്പാണ്, ISMകാരെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള 2 ഗ്രൂപ്പ് യോഗങ്ങളും എറണാകുളത്ത് ഗ്രൂപ്പ് യോഗം തീർന്നു. ഇവിടുന്ന് പല ആൾക്കാരും അതിന് പോയിട്ടുണ്ട്. അങ്ങനെയുള്ള പരിശ്രമങ്ങൾ നടന്നപ്പോൾ അതിനെ നേരിടാൻ വേണ്ടി, അതിനെ ചെറുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഒരിക്കലും തന്നെ ഈ പ്രസ്ഥാനത്തിൽ വിള്ളലുണ്ടാക്കാനോ കുഴപ്പമുണ്ടാക്കാനോ ഇലക്ഷനിൽ ഇടപെടുവാനോ വേണ്ടി ഒരു പരിശ്രമവും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്ന് മാത്രമേ ആ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളൂ. ഇനി നിങ്ങൾ പറയുന്നത് എന്താണെങ്കിലും അത് ഞാൻ എഴുതി എൻ്റെ കൈയക്ഷരമാണെന്നാണ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. ഒരിക്കലും അത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല എന്നുകൂടി ഞാൻ ആ കൂട്ടത്തിൽ സൂചിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഞാൻ വിശദമായി സംസാരിക്കുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം മാത്രം, ഇത് ആ സംഘടന പറഞ്ഞത് അന്ധമായി അങ്ങനെ അങ്ങ് വിശ്വസിച്ചു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ 2-3 കാര്യങ്ങൾ പറയാം. ഇത് നിങ്ങൾ മനസ്സിലുണ്ടാകണം. ഇതിനൊരു വിശദീകരണങ്ങളൊന്ന് അന്വേഷിച്ച് കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നെന്താ അറിയോ? ഇവിടെ പറഞ്ഞ കാര്യം ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞ കാര്യം? ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട് എന്ന് ഈ നേരത്തെ പറഞ്ഞ അഭിമുഖത്തിൽ തന്നെ ഇതാ TP അബ്ദുള്ള കോയ മദനി സുന്നി പത്രത്തോട് പറഞ്ഞിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, ചോദ്യം: മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇപ്പോൾ ജിന്ന് പിശാച് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് പുതിയ ചില വിവാദങ്ങളിൽ പെട്ടിരിക്കുകയാണല്ലോ. ഈ വിവാദത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? കുറേ കാരണം പറഞ്ഞിട്ട് പ്രധാനമായി അദ്ദേഹം പറയുന്നത് നോക്കൂ നിങ്ങൾ. അദ്ദേഹം പറയാണ്, എന്നാൽ നമ്മളാരും ഇന്നുവരെ കേൾക്കാത്ത രീതിയിൽ പുതിയ വാദങ്ങൾ ഉന്നയിക്കുകയും ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്നും അത് ശിർക്കാകുകയില്ലെന്നും അത് ഹറാമോ വസീലത്തു ശിർക്കോ മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് വിഷയത്തെ ലഘൂകരിച്ചുകൊണ്ട് പ്രസ്ഥാനത്തിനകത്തുള്ള ചിലർ രംഗത്ത് വരികയാണ് ചെയ്തത്. ജിന്ന് സൃഷ്ടിയാണ്, സൃഷ്ടാവല്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം തുടരുകയാണ്. അതുകൊണ്ട് അവയോടുള്ള പ്രാർത്ഥന ശിർക്കുമാണ്. ഞാൻ ചോദിക്കട്ടെ, TP സുന്നികളോട് പറഞ്ഞല്ലോ,
എവിടെയാണ് ജിന്നുകളോട് പ്രാർത്ഥിക്കാം എന്ന് ഏത് പണ്ഡിതനാണ്, മുജാഹിദ് പണ്ഡിതനാണ് പറഞ്ഞത്? എവിടെയാണ് എഴുതിയത്? ഇവര് സംഘടനയെ അങ്ങനെ അന്ധമായി അംഗീകരിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം അടുത്തുനിന്നോ അകന്നോ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യങ്ങൾ അന്വേഷിച്ച് ഈ പറഞ്ഞതിന് എന്താണ് പ്രൂഫ്? എവിടെയാണ് തെളിവ്? അത് നിങ്ങളൊന്ന് അന്വേഷിക്കണം. എനിക്കതാണ് നിഷ്പക്ഷമായി നിഷ്കളങ്കമായി അത് അന്ധമായി സ്വീകരിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ ഇതൊന്ന് അന്വേഷിക്കണമെന്നാണ് ഒന്ന് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ ബഹുമാനായ ഹുസൈൻ സലഫി സമ്മേളനത്തിൽ പ്രസംഗിച്ചതാണ് അദ്ദേഹത്തെ മാറ്റി നിർത്താനുള്ള കാരണം എന്ന് പറഞ്ഞു. ആ സമ്മേളന പ്രഭാഷണത്തിലെ തെറ്റ് എന്താണ്? നിങ്ങൾ ആ പ്രസംഗം ഒന്ന് കേട്ടിട്ട് നിങ്ങൾ പറയണം. 5/6/2011 നടന്ന യോഗത്തിൽ ആ ക്ലിപ്പ് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞല്ലോ, ലാബ് ടെക്നീഷ്യന്റെ പണിയെടുക്കാൻ പോയാൽ അതിൽ തെറ്റുണ്ട് എന്ന് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞില്ലേ? അത് നിഷേധിക്കാൻ കഴിയുമോ? അപ്പൊ അങ്ങനെ ഒരു തെറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പള്ളിയിൽ അടിയുംപിടി ഉണ്ടാക്കുന്നത്? എന്തിനാ ആളുകൾ തമ്മിൽ തെറ്റുന്നത്? എന്തിനാ കുഴപ്പമുണ്ടാക്കുന്നത്? എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? ആ ഒരു യോഗത്തെ നിഷേധിക്കാൻ കഴിയുമോ? യോഗത്തിൽ പറഞ്ഞ കാര്യത്തെ നിഷേധിക്കാൻ കഴിയുമോ? മടവൂരികൾക്ക് CD കിട്ടി, സംയുക്ത കൗൺസിലിന്റെ CD ചോർന്ന് കിട്ടി, അത് ഇല്ല എന്ന് പറയാൻ കഴിയുമോ? KKP അബ്ദുള്ളയുമായുള്ള ബന്ധം നിഷേധിക്കാൻ കഴിയുമോ? വസീലത്തു ശിർക്ക് എന്ന് അനീഫ് കായക്കൊടി പ്രബന്ധത്തിൽ പറഞ്ഞത് ഇല്ല എന്ന് പറയാൻ കഴിയുമോ? അതുപോലെ തന്നെ നവപുരോഹിതനാണ് ഫൈസൽ മൗലവി എന്ന് പറഞ്ഞ വ്യാഖ്യാനിച്ച വിശദീകരിച്ച ആളുകൾ, അദ്ദേഹം അതിന് വിശദീകരണമായി ഒരു വെല്ലുവിളി നടത്തി. അബ്ദുറഹ്മാൻ സലഫി തന്നെ ഈ വിഷയത്തിൽ എന്നോടൊരു സംവാദത്തിന് തയ്യാറുണ്ടോ? ആ സംവാദം ഇപ്പോഴും ഏറ്റെടുത്തിട്ടില്ല. കടപ്പുറത്ത് വെച്ച് എന്താ പറഞ്ഞത്? ഇതാ ഏറ്റെടുത്തിരിക്കുന്നു, ഇനി ഏറ്റെടുത്തില്ല എന്ന് പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയാണ് ജമിയത്തുലമ പറഞ്ഞയക്കണ ഒരാൾ വരും, അപ്പോഴും ഞാനില്ല. ഇനി ഞാൻ ചോദിക്കുകയാണ്, ഇനിയും അബ്ദുറഹ്മാൻ സലഫി അദ്ദേഹത്തിന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ആ കാര്യം അംഗീകരിക്കണം, ആ കാര്യം പുറത്തു പറയേണ്ടതുണ്ട്. ISM-നെയും MSM-നെയും പുറത്താക്കിയ വിഷയം, അതിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും കത്തോ കടലാസോ തന്നോ? അത് തന്നിട്ടില്ല എന്ന് ഞങ്ങൾ പറയുന്നു. തന്നു എന്ന് തെളിയിക്കാൻ സാധിക്കുമോ? ISM-നെ പറ്റി തീവ്രവാദ ആരോപണം നടത്തിയ സർക്കുലർ നമ്മുടെ കയ്യിലുണ്ട്, അത് നടത്തിയിട്ടില്ല എന്ന് പറയാൻ കഴിയുമോ? 2009 സക്കരിയ സ്വലാഹിയെയും മുജാഹിദ് ബാലുശ്ശേരിയെയും പുറത്താക്കിയെന്ന് തേജസ്സിൽ വാർത്ത വന്നു. എല്ലാവരും വിളിച്ചു ചോദിച്ചപ്പോൾ പിറ്റേ ദിവസം നിഷേധക്കുറിപ്പ് കൊടുത്തു, അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അന്ന് തീരുമാനമെടുക്കുകയും ജില്ലാ സെക്രട്ടറിമാരെ വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തേജസ്സിൽ പറഞ്ഞത് നിഷേധിക്കുകയും ചെയ്തു. ഏതാണ് ശരി, ഏതാണ് ശരി? ജില്ലാ സെക്രട്ടറിമാരെ വിളിച്ചു പറഞ്ഞു, എന്നിട്ട് പത്രത്തിൽ നിഷേധിക്കുകയും ചെയ്തു. അപ്പൊ കളവ് പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. 2012 ഓഗസ്റ്റ് 29, 30, സെപ്റ്റംബർ 1 തീയതികളിൽ സക്കരിയ സ്വലാഹിയെ പുറത്താക്കുന്നതിന് വേണ്ടി കോഴിക്കോട് മണ്ണിൽ കടവ്, ജാമിയ നദിവിയ, അതുപോലെ ബുസ്താനിലും കൈപ്പമംഗലം, ഈ 3 സ്ഥലങ്ങളിൽ ഗ്രൂപ്പ് യോഗങ്ങൾ വിളിച്ച് സക്കരിയ മൗലവി ശിർക്കിലേക്ക് പോയിട്ടുണ്ട് എന്ന് ഗ്രൂപ്പ് യോഗത്തിലൂടെ പഠിപ്പിച്ച ശേഷം മാത്രമല്ലേ സംസ്ഥാന കൗൺസിലിൽ വെച്ചുകൊണ്ട് തീരുമാനം എടുത്തത്? ഇത് നിഷേധിക്കാൻ കഴിയുമോ? ഇത് സംഘടനാപരമായി ഏത് ചട്ടമാണ് ഉള്ളത്? ഞാൻ അവസാനിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനം ഏത് വിഷയവും നെഞ്ചൂക്കോടുകൂടി കൈകാര്യം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ്. ഒന്നിന്റെ മുമ്പിലും കുനിയേണ്ടി വന്നിട്ടില്ല. എന്നാൽ മറ്റു പ്രസ്ഥാനങ്ങൾ എന്താ ചെയ്യലേറിയും? ആദർശം കയ്യിലില്ലാത്തത് കൊണ്ട് വ്യക്തികളെ അധിക്ഷേപിച്ചുകൊണ്ടാണ് അവർ സംസാരിക്കാറുള്ളത്. അത് ആദർശ പാപ്പരത്വമാണ്. ഇന്ന് ആ അവസ്ഥയിലേക്ക് ഇവരെത്തിയിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ തെളിവാണ് കടപ്പുറത്ത് അവർ നടത്തിയ സമ്മേളനം. ആ സമ്മേളനത്തിൽ നിങ്ങൾക്കറിയോ, ബഹുമാനായ ഹുസൈൻ സലഫി ഈ പ്രസ്ഥാനത്തേക്ക് വന്ന കാലം മുതൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഓഡിയോ കാസറ്റായിട്ടും പിന്നെ CD ആയിട്ടും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അദ്ദേഹം അന്ന് മുതൽ ഇന്ന് വരെ ഒരേ ശൈലിയിലാണ് പ്രസംഗിക്കാറുള്ളത്. ആ ശൈലി കേട്ട് എത്ര ആളുകൾ തൗഹീദിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ആ ശൈലി വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എത്ര പ്രാവശ്യം നമ്മൾ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, സ്വാഗതം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് മുഖ്യ പ്രഭാഷണം നടത്താൻ അനുവാദം കൊടുത്തിട്ടുണ്ട്, അല്ലേ? എന്നിട്ട് ഇപ്പൊ പറയണത് ഹുസൈൻ സലഫിയെ പറ്റി ഒരു തകരാറും പറയാനില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കടപ്പുറത്ത് വെച്ച് അദ്ദേഹത്തെ പറ്റി അനസ് മൗലവി പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഒരു പാട്ടുകാരൻ ഇറങ്ങിയിരിക്കണു പോന്ന്, ഒരു പാട്ടുകാരൻ. അപ്പൊ എന്താ അദ്ദേഹത്തിന്റെ ശൈലി അന്നും അങ്ങനെയാണ് ഇന്നും അങ്ങനെയാണ്, ഒരു കുഴപ്പമില്ല. അപ്പൊ അന്ന് എന്താന്നല്ല, അപ്പൊ വേറൊന്നും പറയാനില്ല എന്ന് മനസ്സിലായില്ല നിങ്ങൾക്ക്? ഈ രൂപത്തിൽ തരം താഴ്ന്നൊരവസ്ഥ. CP സലീം അഡ്വോക്ക് കമ്മിറ്റി വന്ന സമയത്ത് മടവൂരികളെ പിരിച്ചുവിട്ടപ്പോ ആ സമയത്ത് യുവാക്കളുടെ നേതൃത്വം ഏറ്റെടുക്കണമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, AP പറഞ്ഞു. അപ്പൊ അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞത് എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്. സർ, ഞാൻ ആരോഗ്യ വകുപ്പിൽ ജോലി ചെയ്യുന്ന ആളാണ്, എനിക്ക് അവിടുന്ന് ഇങ്ങോട്ട് എപ്പോഴും എത്താൻ കഴിയില്ല, അതുകൊണ്ട് ഈ ഉത്തരവാദിത്തം ഏൽപ്പിക്കരുത്, എന്തായാലും വേണ്ട ഈ അത് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഏൽപ്പിച്ചതാണ്. ഇപ്പൊ കടപ്പുറത്തുനിന്ന് വിളിച്ചു പറയണത്
CP സലീമിന് ആരോഗ്യ വകുപ്പിന്റെ ആളാണ്, അദ്ദേഹത്തിന് കമ്പൗണ്ടർ പണിയെടുത്താൽ പോരെ. എന്തിനാ ജമിയത്തുലമന്റെ വിശദീകരിക്കാൻ വരുന്നത്? അപ്പൊ അന്ന് ഈ ആരോഗ്യ വകുപ്പിൽ ജോലി ചെയ്തുകൊണ്ട് തന്നെയാണ് അന്ന് ജമിയത്തുലമന്റെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ സംഘടന അയച്ചത്. അന്നാ കുഴപ്പമില്ല. ഇപ്പോൾ അദ്ദേഹം ആരോഗ്യ വകുപ്പിൽ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് വലിയ തകരാറ്. അത് വേറെ പ്രശ്നമൊന്നും എന്തില്ല, ഈ CP സലീമിനും ഇല്ല എന്ന് മനസ്സിലായി. ആകെ ആറ്റിക്കുറുക്കി കിട്ടണ ചില സംഗതിയാണ്. അതുപോലെ പിന്നെ നവപുരോഹിതൻ ആരെ പറ്റി? ഫൈസൽ മൗലവിനെ പറ്റിങ്ങാണ്ട്. പിന്നെ ഈ കേസ് മടവൂർ വിഭാഗവുമായി ബന്ധപ്പെട്ട കേസ് നടത്താൻ തൻ്റെ മുഴുവൻ സമയവും നീക്കിവെച്ച ഒരാളാണ് എൻ്റെ സുഹൃത്ത് അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാൻ. അതുകൊണ്ട് തന്നെ ആ കേസ് വിജയിക്കുകയും ചെയ്തു. എന്നിട്ട് ഇപ്പൊ പറയാണ് പണിയില്ലാത്ത അഡ്വക്കേറ്റാണ്. ആലോചിച്ചോക്കാ നിങ്ങൾ. അതാണ് ഇപ്പൊ അദ്ദേഹത്തെ പറ്റി പറയുന്നത്. സജ്ജാദ് അന്നേ കച്ചവടക്കാരനാണ്, ഇപ്പൊ അദ്ദേഹത്തെ പറ്റി പറയാം കച്ചവടക്കാരനാണ്. ഞാൻ അന്നും മാസാണ് ഇന്നും മാസാണ്, ഞങ്ങളെ പറ്റി പറയാം ഇപ്പൊ മാസാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല, ഞങ്ങളെ പറ്റിയൊന്നും വേറൊന്നും പറയല്ല. ഞങ്ങൾ പണ്ടും മാസാണ് ഇപ്പോഴും മാസാണ്. പണ്ടും ആരോഗ്യവകുപ്പിലാണ്, സലീം ഇപ്പോഴും ആരോഗ്യവകുപ്പിലാണ്. പണ്ടും ഹുസൈൻ സലഫി ഒരു ഈണത്തിലാണ് പ്രസംഗിക്കുക, ഇപ്പോഴും അതാ പ്രസംഗിക്കുക. അപ്പൊ ഇതിനൊക്കെ തകരാറുണ്ടെങ്കിൽ നിങ്ങൾ തകരാറാന്ന് പറഞ്ഞോളി. അത് പണ്ടും അപ്പോൾ വേറെ ഒന്നും നമ്മളെ പറ്റിയൊന്നും പറയല്ല. അപ്പോൾ അവർ വല്ലാത്തൊരവസ്ഥയിലേക്ക് അവർ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ പ്രതിസന്ധി നമ്മൾ തരണം ചെയ്യുക തന്നെ ചെയ്യും. ശക്തമായി ദഅവാ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക. ചില ആൾക്കാർ പറയാം അതൊക്കെ ആകെ പ്രശ്നമായി, ഇനി എന്താ നമ്മൾ ചെയ്യാൻ? ഒരു പ്രശ്നമല്ല, ഇതിനും വലിയ പ്രശ്നം നമ്മൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ നേരിട്ടിട്ടുണ്ട്. പരീക്ഷണങ്ങൾ പല രീതിയിലും വരും. അത് തരണം ചെയ്ത് മുന്നോട്ട് പോവുക വേണ്ടത്. നിങ്ങൾ പരീക്ഷിക്കപ്പെടാതെ വിടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾ അങ്ങ് വിട്ടേക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതെ, നിങ്ങളെ മുൻഗാമികളെ നാം പരീക്ഷിച്ചിട്ടുണ്ട്. എന്തിന്? ആരാ സത്യം പറയണത്, ആരാ കളവ് പറയണത് എന്ന് അറിയാൻ വേണ്ടി. അതെ, നിങ്ങൾ സത്യത്തോടൊപ്പം നിൽക്കണം എന്ന് ഖുർആൻ പറയുന്നു. ആരുണ്ട് സത്യത്തോടൊപ്പം നിൽക്കാൻ? അതോ സത്യം മനസ്സിലായിട്ടും സംഘടന പറഞ്ഞതേ ഞാൻ കേൾക്കുള്ളൂ എന്ന് പറയുന്നവരാരാണ് എന്ന് മനസ്സിലാക്കാൻ തന്നെ സുഹൃത്തുക്കളെ. അതുകൊണ്ട് സത്യത്തോടൊപ്പം നിൽക്കുക, ഹക്കിനോടൊപ്പം നിൽക്കുക. എപ്പോഴാണ് നമ്മൾ മരിക്കുക എന്നറിയില്ല. അതുകൊണ്ട് സത്യത്തോട് മാത്രമാണ് നമുക്ക് പ്രതിബദ്ധതയുള്ളത്. സംഘടനയിൽ നമ്മളെല്ലാവരും ഉണ്ട്. നമ്മളൊക്കെ KNM ആണ്, ISM ആണ്, MSM ആണ്. ഈ രംഗത്ത് സജീവമായി മുന്നോട്ട് പോവുക. നിങ്ങളുടെ ഓരോ പ്രദേശത്തും സജീവമായ ദഅവാ പ്രവർത്തനങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് പോവുക. ഇവിടെ നടക്കുന്ന പ്രഭാഷണം ശ്രദ്ധയോടുകൂടി ശ്രമിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.